വീഡിയോ ഒക്കെ ഓൺ ചെയ്തേ. വീഡിയോ ഓഫ് ആക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഓൺ ചെയ്തേ. റാൺ, ആൽബിൻ, ഫാത്തിമ, ആഷിഖ്, അനന്യ, മെരിയ, ജോണി. പെട്ടെന്നോട്ടെ. ആൽബിൻ, ഫാത്തിമ, സയ്യാൻ. പറഞ്ഞു. ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടായി. ഫായിസ, ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നോ? റെക്കോർഡ് ക്ലാസ് കേട്ടോ? ഇപ്പൊ കേൾക്കാനാ? ഫാരിസ്, വാട്ട് ഈസ് എ സോളിനോയിഡ്? എന്താ ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞ? കണ്ണടച്ചു പറഞ്ഞു. കോയിൽ. അപ്പൊ ഇതൊരു സോളിനോയിഡ് ആണോ? ഇതൊരു സോളിനോയിഡ് ആണോ? ആണ്. മിഷാൽ ഖാൻ, ഇത് സോളിനോയിഡ് ആണോ മിഷാലെ? അല്ല. എന്തേ? ഫാരിസ് അതേന്നാ പറഞ്ഞത്. ഇത് ചുറ്റിയിട്ടില്ല, ചുറ്റണം. ഓക്കെ, ചുറ്റിയാൽ മാത്രമേ അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചുറ്റിയാൽ മാത്രമേ ഫാരിസ് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഫാരിസ് സോളിനോയിഡ് അല്ലാണ്ട് വെറുതെ ഒരു കോപ്പർ വയർ എടുത്തിട്ട് ഇത് സോളിനോയിഡാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ? രണ്ട് വയർ ചുറ്റി വെച്ചേക്കല്ലേ? ഇത് രണ്ട് വയർ ചുറ്റി വെച്ചേക്കല്ലേ? ഒരു വയർ ഇതാ വയർ കോയിൽ ഷേപ്പിൽ. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ? ആൻ ഇൻസുലേറ്റഡ് വയർ വിച്ച് ഈസ് വൗണ്ടഡ് ഇൻ ദ ഷേപ്പ് ഓഫ് കോയിൽ, അല്ലെ? ഷേപ്പ് ഓഫ് ഹെലിക്സ്, ഷേപ്പ് ഓഫ് സിലിണ്ടർ, എങ്ങനെ വേണേലും പറഞ്ഞോ. അത് ഈ സ്പൈറൽ ഷേപ്പിൽ വോണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞ. അല്ലാണ്ട് വെറുതെ ഒരു കോയിൽ നമുക്ക് വെറുതെ ഒരു വയറിനെ നമുക്ക് സോളിനോയിഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. അവര് സോളിനോയിഡ് എന്ന് വിളിച്ചാ പോരെ. സഫീൽ, എന്തിനാന്ന് മനസ്സിലാക്കാണല്ലോ അല്ലെ? സഫീൽ, ഒരു കോയിലില് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അകത്തേക്കായിരിക്കും പുറത്തേക്കായിരിക്കും? അല്ല, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ സെന്ററിൽ അകത്തേക്കായിരിക്കും പുറത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ആന്റി ക്ലോക്ക് വൈസ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ സഫീൽ നോക്കിക്കോ, കൈവച്ചൊക്കെ നോക്കിക്കോ. ഒരു കോയിലിലേക്ക് സങ്കല്പിച്ച് നോക്കാം. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ പുറത്തേക്കാണോ അകത്തേക്കാണോ മാഗ്നറ്റിക് ഫീൽഡ്? പറ. അകത്തേക്ക്. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അകത്തേക്ക്. ഉറപ്പാണോ? ഉറപ്പാണ്. ആഷ്ന, ശരിയാണോ? ആന്റി ക്ലോക്ക് വൈസ് അകത്തേക്ക്. ഔട്ട് ഓഫ് ദി കോയിൽ. പിന്നെന്താ അവൻ അകത്തേക്ക് എന്ന് പറയുന്നത്? ആന്റി ക്ലോക്ക് വൈസ്. നോക്ക്, ആന്റി ക്ലോക്ക് വൈസ് പിടിച്ചാൽ എന്റെ വിരൽ എങ്ങോട്ടാ നോക്ക്, തമ്പ്. അകത്തേക്കാണോ സഫീൽ ഇരിക്കുക? ഇത് മാറിപ്പോവും. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും തെറ്റിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് പറയാൻ പറഞ്ഞത്. ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇങ്ങനെയാ വരുന്നത്. കണ്ട, എന്റെ ഫിംഗർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കോയിലില് ഇങ്ങനെ കറങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫിംഗർ പിടിക്കണ്ടേ, അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് ഫിംഗർ പിടിക്കുമ്പോൾ ഇതിന്റെ സെന്ററിൽ പുറത്തേക്കായിരിക്കും. ഓക്കെ, ഹരിപ്രിയ. അപ്പൊ സെന്ററിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്തത്. സപ്പോസ് ഒരു കോയിലിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് റൂളാ യൂസ് ചെയ്യേണ്ടത്? ഒരു കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പാം റൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഞാനൊരു കോയിൽ എടുത്തു. ഒരു കോയിലില്ല, കറണ്ട് ഇങ്ങനെയല്ല ഫ്ലോ ചെയ്യാം. ഞാൻ പാം റൂൾ പ്രകാരം ക്ലോക്ക് വൈസും പറഞ്ഞ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? പാം റൂൾ യൂസ് ചെയ്താൽ ശരിയാവോ? ഏത് റൂളാ യൂസ് ചെയ്യാ? അറിയാവോ? അറിയില്ല. ഇല്ല. അബ്ദുൽ കഹാർ, ഏത് റൂളാ യൂസ് ചെയ്യുക? ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം. ഏതാണ്? തമ്പ് റൂള് അല്ലേ? എങ്ങനെയാ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ തമ്പാ പിടിക്കണ്ടേ കേട്ടോ, പാമല്ല പിടിക്കണ്ടേ. മറ്റേതിന് നമ്മൾ ഫിംഗേഴ്സാ പിടിച്ചേ, പക്ഷെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന തമ്പാണ്. അപ്പൊ തമ്പ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ പിടിക്കുക. ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അങ്ങനെ ഇരുന്നാൽ അങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കും, അങ്ങടേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കും.
ഓക്കെ, അപ്പൊ ഇതിന് ചുറ്റും ഒരു വെറുതെ ഒരു വയർ എടുത്തിട്ട്, വെറുതെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ എടുത്തിട്ട് അതിന് ചുറ്റും എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് റൂൾ യൂസ് ചെയ്യുക? തമ്പ് റൂൾ. ഒരേ ഒരു കേസിൽ മാത്രം നമ്മൾ പാം റൂൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാ? ഒരു കോയിൽ തന്നിട്ട് സെന്ററിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറയുമ്പോൾ മാത്രം, അപ്പൊ മാത്രമുള്ള ഒരു സ്പെഷ്യൽ കേസാണ് പാം റൂൾ. അത് ഓർത്ത് വെക്കുക കേട്ടോ. അല്ലാണ്ട് എല്ലായിടത്തും പോയി പാം റൂളാന്ന് പറയരുത്. ഒരേ ഒരു കേസ്, ഒരു കോയിൽ നമ്മൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സോളിനോയിഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തേക്കുള്ള സെന്ററിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പാം റൂൾ യൂസ് ചെയ്യുക. നമ്മൾ വെച്ച് നോക്കിയിട്ട് കറണ്ട് എന്തായാലും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഇതിങ്ങനെ സർക്കുലർ ഷേപ്പിൽ ഇരുന്നാലേ പറ്റുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. കറണ്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് പറയണമെങ്കിൽ ഇതിനെ വട്ടത്തിലിരിക്കണ്ടേ, അല്ലാണ്ട് നേരെ ഇരുന്ന് നമുക്ക് അവിടെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ആഷിക്ക് എന്താ? ആഷിക്ക് ഇലക്ട്രോ മാഗ്നറ്റ് എന്താ? ഇലക്ട്രോ മാഗ്നറ്റ് ആഷിക്ക് ഇന്നലെ ഇല്ലായിരുന്നു, റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടോ? ആഷിക്ക് പറഞ്ഞോ, വോയിസ് ഓൺ ചെയ്തു. കേൾക്കുന്നില്ല പറയുന്ന ആശി. പറഞ്ഞോ. ഹലോ, ഇവിടെ കേട്ടില്ല. ഇന്നലെ ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. എന്ത് ചെയ്യണ്ട ക്ലാസ് കേൾക്കാത്തെ? ഞാൻ ഫായിസിനെ വിളിച്ചു, ഫായിസെ വന്നില്ല. എനിക്ക് കൈ കൂടുതൽ ശ്രദ്ധയുണ്ടല്ലോ. ആശിക്ക് നീയോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുവാണ്, നീ വന്നില്ലല്ലോ എന്റെ ക്ലാസ് കേട്ടോ? ഫിദാനസീം കേക്കണം കേട്ടോ. എപ്പോഴും പറയാറില്ലാണ് ചെങ്കോല് കണ്ടിട്ട് കിരീടം കാണണം കേട്ടാ, അല്ലെങ്കിൽ മനസ്സിലാവൂല. പറഞ്ഞോ. ആരാണ്? ആരെ വിളിച്ച? ഫിദ നസീം. ഞാൻ ഓർത്ത് ആരാണ്? ഫിദ ഫാത്തിമ ആർന്നല്ലോ ഇന്നലെ പറയാം. പേര് മാറ്റി. ഓക്കെ, ഇവിടെ നോക്കും. നമ്മൾ എന്താ പറഞ്ഞ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറഞ്ഞു. ഇനി എന്താ എക്സ്ട്രാ? ഇലക്ട്രോ മാഗ്നറ്റ് എന്താ ഫിദ? ഇലക്ട്രോ മാഗ്നറ്റ്, വാട്ട് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്? Made by using electric current. മാഗ്നറ്റ് മെയ്ഡ് ബൈ യൂസിങ് കറണ്ട് അല്ലെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താണ്? കറണ്ട് കൊടുത്തൊരു മാഗ്നറ്റ് ഉണ്ടാക്കുക, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്ന? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാത്തിമ റഫീഖ്, ഈ ഇലക്ട്രോ മാഗ്നറ്റിസം ടെമ്പററി ആണോ പെർമനന്റ് ആണോ? ടെമ്പററി ആണ് അല്ലെ? നമുക്ക് അതുകൊണ്ട് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള വഴി എന്തൊക്കെയാ മിറ ഫാത്തിമ? നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടണമല്ലോ, എന്തൊക്കെ വഴിയുണ്ട്? Number of turns കൂട്ടുക, പിന്നെ സ്ട്രെങ്ത് ഓഫ് കറണ്ട് കൂട്ടുക, പിന്നെ presence of iron core അല്ലെ? ഇതിനകത്തൊരു അയണിന്റെ പ്രസൻസ്, ഇതിന്റെ കോറിൽ ഒരു അയൺ വന്നു കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടും. കണ്ട, ഇത് ടെമ്പററി ആണെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ ഇതൊന്ന് വിട്ടുനോക്കി, അയൺ താഴെ പോയി. ഓക്കെ, അതുകൊണ്ടാണ് ടെമ്പററി എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെങ്കിൽ ബുക്ക് എടുത്തോളൂ. നമുക്ക് ഇന്ന് ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഒരു നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. സിമ്പിൾ ആയിട്ട് എന്താ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് ഇത്രയും മതി. ഓക്കെ, എന്താണ്? കറണ്ട് കടത്തി വിടുമ്പോൾ ഒരു സാധനത്തിനെ നമുക്ക് മാഗ്നറ്റ് ആക്കി മാറ്റണം. ഓക്കെ, കറണ്ട് കടത്തി വിട്ട ഒരു സാധനത്തിനെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ആ മെറ്റീരിയലിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. Okay, electromagnet. Strong magnetic field produced inside the solenoid. ഒരു സോളിനോയിഡിനകത്തുണ്ടാകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. എങ്ങനെ പ്രയോജനപ്പെടുത്താം? അതിനകത്ത് സോഫ്റ്റ് അയൺ പോലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് അതിനൊരു മാഗ്നറ്റ് ആയിട്ട് മാറ്റാം. അപ്രകാരം മാഗ്നറ്റ് ആയിട്ട് മാറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കറണ്ട് കൊടുത്ത് മാഗ്നറ്റ് ആക്കി മാറ്റുന്ന സബ്സ്റ്റൻസ്.
അതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇവിടെ നമ്മുടെ അയൺ ആണ്. അതൊന്ന് എഴുതി വെച്ചോട്ടോ, നോട്ട് ചെയ്ത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്, എന്താണ് സോളിനോയിഡ് എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനിഷൻ എഴുതുക. അതുപോലെ സോളിനോയിഡ് എന്താണെന്ന് ചോദിച്ചാൽ ആ കോപ്പർ വയർ ചുറ്റി വെച്ചിരിക്കുന്ന മാത്രം കാണിച്ചാൽ മതി, കറണ്ട് കൊടുക്കരുത് കേട്ടോ. ഓക്കെ, വെറുതെ സോളിനോയിഡ് എന്താന്ന് ചോദിച്ചാൽ ആ കോപ്പർ വയർ ചുറ്റി വെച്ചേക്കുന്നതാണ്, അതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നന്ദിത എഴുതി കഴിഞ്ഞോ? കേൾക്കുന്നില്ല. ഓക്കെ, ഇനി ആരെങ്കിലും എഴുതുന്നുണ്ടെന്ന് കൈവക്കി. ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ട്. ഓക്കെ, എഴുതി. സർ ഞാനിപ്പോ ജോയിൻ ചെയ്തു. അബാന പറഞ്ഞോ. ചെയ്യുന്നതെന്ന് പറയാമോ? ഇപ്പൊ ചെയ്യേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞാൽ എഴുതിയെടുക്കുക കേട്ടോ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളിപ്പോ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനൊരു നല്ല ഡെഫിനിഷൻ തന്നുള്ളൂ കേട്ടോ. ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്താ ഇലക്ട്രോ മാഗ്നറ്റ് എന്നുള്ള ഒറ്റ സെന്റൻസിൽ അത് നിങ്ങൾക്ക് ബോധം വരാം കേട്ടോ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്നുള്ള ബോധം ഉണ്ടാവും. ഓക്കെ, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്? കറണ്ട് കടത്തി വിടുമ്പോൾ മാഗ്നറ്റ് ആയിട്ട് മാറുന്നു, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇനി ഇലക്ട്രോ മാഗ്നറ്റ് കഴിഞ്ഞ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഇതിന്റെ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് സിമിലർ ആണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സിമിലർ ആണ്. അതായത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഓക്കെ, ഇതാണ് ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പുറം വരച്ചിരിക്കുന്നതാണ് സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് സിമിലർ ആണെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസം ഈ മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിലുണ്ട്. ഓക്കെ, ആർക്ക് പറയാം? ഒരു മിടുക്കനോ മിടുക്കോ പറഞ്ഞു, ഒരു പ്രത്യേകത പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഷേപ്പ് ഒക്കെ സെയിം ആണ്, പക്ഷെ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാം. എന്തൊക്കെ വ്യത്യാസമുണ്ട്? അബ്ദുൽ ഖാർ പറഞ്ഞോളൂ. എന്ത് വ്യത്യാസം അബ്ദുൽ ഖാർ എന്ന് പറയാനുള്ളത്? കറണ്ട് പാസ് ചെയ്താലേ മറ്റേതാവുള്ളൂ. അതെ, ഇതിന്റെ അകത്ത് കറണ്ട് പാസ് ചെയ്യണ്ട. വേണ്ട, അതായത് ഇത് ടെമ്പററി ആണെന്നല്ലേ, താൽക്കാലികമാണ്, കറണ്ട് പാസ് ചെയ്യേണ്ടി വരും അല്ലെ. പക്ഷെ ഇതോ പെർമനന്റ് ആണ്. ഓക്കെ, ഇത് പെർമനന്റ് ആണ്, ഇത് ടെമ്പററി ആണ്. ഓക്കെ, ഒരു ഡിഫറൻസ് ആയി. പിന്നെ വേറെ എന്തെങ്കിലും ഡിഫറൻസ് ആർക്കെങ്കിലും പറയാം? എന്തെങ്കിലും ഡിഫറൻസ്? മിഷാൽ ഖാൻ പറഞ്ഞോളൂ. ബാർ മാഗ്നറ്റ് കൂടുതൽ ഏരിയ. സർ ബാർ മാഗ്നറ്റ് കൂടുതൽ ഏരിയ മാഗ്നറ്റ്. എന്നാ ഞാൻ ഒരു പണിയാൻ പോയി. ഞാൻ കുറച്ചുകൂടെ നീളം കൂടിയ സോളിനോട് വേറെ ഇതിന്റെ നോർത്ത് പോൾ എവിടെയാ വിശാൽ ഖാൻ? ഇതിപ്പോ നോർത്ത് ആണ്, ഇത് സൗത്ത് അല്ലേ? അല്ലെ, നോർത്ത് സൗത്ത് കുഴപ്പമൊന്നുമില്ല. ഈ സോളിനോയിഡിന്റെ നോർത്ത് സൗത്ത് ഏതാ? ഈ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് സൗത്ത് ഏതാ? ഇത് നോർത്ത്, ഇത് സൗത്ത്. കേറുന്നത് നോർത്ത് ആണോ അതോ സൗത്തോ? സൗത്ത്.
സൗത്ത്. ഇറങ്ങുന്നത് നോർത്ത്. ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് അവിടെയാണ് നമ്മൾ സൗത്ത് പറയാ അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് എവിടെയാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ എന്ത് പറയാ? നോർത്ത് പറയാ. പക്ഷെ അത് ഇവിടെ ആവാൻ പാടില്ലേ? എനിക്കിപ്പോ ബാറ്ററി ഇതേ ഇങ്ങനെ കൊടുക്കാം അല്ലെ, ഇങ്ങനെ ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് എവിടെയാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മിഷാലിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഒന്നുകൂടെ പറയാം. അതായത് മിഷാല് പറഞ്ഞു കറണ്ട് ഇവിടെ നിന്ന് കടത്തി വിടാന്ന് വിചാരിച്ചു. ശ്രദ്ധിച്ചോട്ടോ, കറണ്ട് ഇവിടെ നിന്ന് കടത്തി വിടുവാണ്. അപ്പൊ മിഷാല് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോസിറ്റീവിൽ നിന്ന് ചാർജ് ഫ്ലോ ചെയ്ത് ഇവിടെ എങ്ങനെയാ മിഷാല്? ക്ലോക്ക് വൈസ് അല്ലെ. അപ്പൊ ഇവിടെ ഏത് പോളായിരിക്കും? സൗത്ത് പോള്. സപ്പോസ് ഞാൻ ഈ ബാറ്ററി തിരിച്ചപ്പോ ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അതാ കണ്ടു, ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് ഇറങ്ങി വരിക. അപ്പൊ ഇത് ഏത് പോളായിരിക്കും? ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? അതാദ്യം പറ. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇവിടെ ഏത് പോളാ? നോർത്ത്. എന്ത് പരിപാടി? ആദ്യം വിശാഖാനോടെ സൗത്ത് പോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോർത്ത് പോളെന്നാ. നോർത്ത് പോളാ. അപ്പൊ തന്നെ ഒരു ഡിഫറൻസ് കിട്ടിയില്ലേ? ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും പെർമനന്റ് ആണ്. പക്ഷേ സോളിനോയിഡിന്റെ നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് എന്ത് ചെയ്യാം വിശാലെ? മാറ്റാം. എന്ത് ചെയ്താൽ മതി വിശാല? അതിന് വേണ്ടിയിട്ട് ബാറ്ററി തിരിച്ചാൽ മതി അല്ലെ. കറണ്ട് ചേഞ്ച് ചെയ്യാം. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണ്ടേ, ബാറ്ററി തിരിച്ചാന്നൊക്കെയാണ് പറയുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ദിസ് മാഗ്നറ്റ്. ഓക്കെ, അതായത് ഈ മാഗ്നറ്റിന്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഈ മാഗ്നറ്റിന്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തെ ഡിഫറൻസ് ആർക്ക് പറയാം? ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള മൂന്നാമത്തെ ഡിഫറൻസ്. ഇതിന്റെ സ്ട്രെങ്ത് എങ്ങനെയാ? കൂട്ടാൻ പറ്റുമോ അമ്മാനെ? ഈ ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെയോ? എങ്ങനെ കൂട്ടുന്നത്? എങ്ങനെയാ? നല്ല സ്ട്രോങ് കറണ്ട് കൊടുക്കുക, അതായത് നമ്മൾ ചെയ്ത പോലെ. പിന്നെയോ? അത് മാത്രമാണ് മാർഗമുള്ളൂ. പിന്നെ കൂടുതൽ ടേൺസ്. ഒരെണ്ണം കൂടെ ഉണ്ടാകും, സുലൈമ പറയും കേട്ടോ. സുലൈമാൻ ഒരെണ്ണം കൂടെ ഉണ്ട്. കൂടുതൽ ടേൺസ്, സ്ട്രെങ്ത് കൂട്ടാൻ. പിന്നെന്താ പറഞ്ഞേ? ബാറ്ററിയുടെ കാര്യം പറഞ്ഞു. കറണ്ട്. പിന്നെ അയൺ കോർ ആയിട്ട് യൂസ് ചെയ്യുക അല്ലെ. സോഫ്റ്റ് അയൺ കോർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രെങ്ത് പെർമനന്റ് ആണ്, പക്ഷെ ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഓക്കെ, മൂന്ന് വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സിമിലർ ആണെങ്കിലും ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, എഴുതി. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് മറ്റന്നാളാണ് ഇനി ക്ലാസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നാളെ ക്ലാസ് ലീവ് ആയിരിക്കും. ബാർ മാഗ്നറ്റും സോളിനോയിഡും ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം എഴുതി വയ്ക്കും. ഒന്ന് അതിന്റെ സ്ട്രെങ്ത്തിൽ ഒന്നിൽ വ്യത്യാസം വരുമ്പോൾ മറ്റേതിൽ മാറ്റമില്ല. അടുത്തതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുമ്പോൾ മറ്റേതിൽ മാറ്റം വരില്ല. പൊളാരിറ്റി ഈസ് ഫിക്സ്ഡ് എന്ന് പറയാം. അടുത്തതിൽ പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ക്യാൻ ബി റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. റിവേഴ്സ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത് കാണാതെ പഠിച്ചു വെക്കരുത്. എന്താണ് ഇത് മൂന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞോ? ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചാലോ? ബാർ മാഗ്നറ്റിന്റെ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇത് നമുക്കൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പൊ സോളിനോയിഡിന്റെ വരുമ്പോ എങ്ങനെയാ വരയ്ക്കുക? അതാ ഇങ്ങനെ വരും അല്ലെ. ഞാൻ വരച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി, ഇപ്പൊ ആരും വരയ്ക്കണമെന്നില്ല. പറഞ്ഞോ. ആർക്കെങ്കിലും വേണോ? പേജ് വേണോ? ഓക്കെ, മനസ്സിലാക്കിയില്ലേ? അങ്ങടെ എഴുതങ്ങട്
കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ആർക്കെങ്കിലും വേണോ? ഇനി ആർക്കെങ്കിലും വേണോ? വേണ്ടല്ലോ, മാറ്റിക്കോട്ടെ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുമ്പോ ദാ ഇതിന് ചുറ്റും നമ്മൾ എങ്ങനെയാ കാണിക്കുക? ഒരു സോളിനോയിഡിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായ ഇതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കും, ഇവിടെയും വരയ്ക്കും. പക്ഷെ സെന്ററിൽ എങ്ങനെയാ ഇവനെ? സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രേറ്റ് ആയിരിക്കും. സ്ട്രേറ്റ് ആണ്. ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അറിയാൻ എന്നെ ഹെൽപ്പ് ചെയ്ത റൂൾ ഏതാ? ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അറിയാൻ എന്നെ ഹെൽപ്പ് ചെയ്ത റൂള് ഏത് റൂൾ വെച്ചാൽ ഞാൻ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടേ? ഇത് തമ്പ് റൂൾ വെച്ച്. തമ്പ് റൂള്. എന്നാൽ ഈ സെന്ററിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കിയേ? പാം റൂൾ. പാം റൂള്. അത് മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, അപ്പൊ സെന്ററിലാണ്. ഇനി ഇതിന്റെ ഡിറക്ഷൻ എനിക്ക് അറിയില്ല അല്ലെ? ഇതിന്റെ ഡിറക്ഷൻ അറിയണമെങ്കിൽ കറണ്ട് എങ്ങോട്ടാ ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞാലാണ് ഡിറക്ഷൻ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അസീക്ക് മനസ്സിലായോ? നമ്മൾ കറണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണിച്ചാലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അകത്തേക്ക്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പുറത്തേക്ക്. അതുപോലെ തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങടേക്കാണെങ്കിൽ ഇതുപോലെ, ഇങ്ങടേക്കാണെങ്കിൽ ഇതുപോലെ എന്നൊക്കെ പറയണമെങ്കിൽ കറണ്ട് എങ്ങോട്ടാന്ന് അറിയണ്ടേ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് കറണ്ട് ഫ്ലോ കാണിക്കണം. മാഗ്നറ്റിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, ഇതുപോലെ തന്നെയായിരിക്കും, സിമിലർ ആയിരിക്കും. ദാ ഓക്കെ, അതുപോലെ സെന്ററിൽ സ്ട്രേറ്റും ആയിരിക്കും. ഓക്കെ, അതായത് മാഗ്നറ്റിന്റെ സെന്ററിൽ ഒക്കെ വരുമ്പോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്ട്രേറ്റ് ആയിരിക്കും. സെയിം പാറ്റേണിലായിരിക്കും രണ്ടിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതായത് രണ്ടും ഒന്ന് അതിന്റെ താഴെ വരച്ചു വെച്ചേക്കാം. ഫസ്റ്റ് സോളിനോയിഡ്. പിന്നെ ഈ വരയ്ക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓക്കെ, ഇതേ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും വലിയൊരു പൊട്ടത്തരം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഈ കാരണം ഇങ്ങനെ വരയ്ക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഈ സാധനം എങ്ങനെ തിരിഞ്ഞിരിക്കണേ, ഇത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിഞ്ഞിരിക്കണേ അതോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിഞ്ഞിരിക്കണേന്ന് മനസ്സിലാവൂല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ വരയ്ക്കുമ്പോ ഈ ഫിഗർ വരച്ചു. നമ്മൾ ആദ്യം വരച്ചില്ലേ, കുറച്ച് കട്ടിയുള്ള പോലെ വരച്ചില്ലേ? അതെവിടെ? ഇതിൽ ക്ലിയറാ, ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതേ കണ്ടോ, ഇത് ആന്റി ക്ലോക്ക് വൈസ്. അതുകൊണ്ട് ഇതുപോലെ വരച്ചോ. ഈ ടേൺസ് ഒന്നും എണ്ണി വരയ്ക്കണ്ട കേട്ടോ. ചിലരിങ്ങനെ എണ്ണുണ്ട്, 1 2 3 4 5 6. വേണ്ട, ഇതിന്റെ പകുതിയോ കുറച്ച് വരച്ചാൽ മതി. ഒത്തിരി വരച്ച് സമയം കളയണ്ട, പെട്ടെന്നായിക്കോട്ടെ. അതുപോലെ ബാറ്ററി കാണിക്കാം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സോളിനോയിഡിൽ ബാറ്ററി കാണിക്കുന്നത്. അല്ലെങ്കിൽ സോളിനോയിഡിൽ നമ്മൾ ബാറ്ററി കാണിക്കേണ്ട കാര്യമില്ല. സോളിനോയിഡ് ബൈ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന ചുറ്റി വെച്ചിരിക്കുന്ന ഒരു വയർ, അത്രേ ഉള്ളൂ. അതിനകത്ത് ബാറ്ററി കാണിക്കണ്ടേ. ഇതിപ്പോ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കണമെങ്കിൽ കറണ്ട് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ കണക്ഷൻ ഇങ്ങനെ കൊടുക്കുക. ഫീൽഡ് വരയ്ക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കറണ്ട് ഇങ്ങനെയല്ല ഫ്ലോ ചെയ്യാതെ ഇതുപോലെ അല്ലെ, ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഇത് എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക? ക്ലോക്കിന്റെ സൂചി കറങ്ങുന്നത് പോലെ തന്നെ കണ്ടോ. അപ്പൊ ഇവിടെ സൗത്ത് പോൾ, അതുപോലെ ഇവിടെ നോർത്ത് പോൾ. അപ്പൊ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കായിരിക്കും സെന്ററിൽ അപ്പൊ വരയ്ക്കുമ്പോ നേരെ വരയ്ക്കും. ഓക്കെ, പുറത്ത് വരയ്ക്കുമ്പോ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇത് ഇങ്ങനെ വരും. കണ്ടോ, ഇതിന് ചുറ്റും ഇങ്ങനെ വരും. അതുപോലെ താഴെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, സെന്ററിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കും വരും. സോളിനോട് വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ മറ്റത് കാണിച്ചു തരാം. ഫീൽഡ് വരയ്ക്കാം, മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാം. ഒരു 2 കട്ടി കൂട്ടി വരച്ചോ കേട്ടോ. നിങ്ങൾക്കത് പാടായിരിക്കും മനസ്സിലാക്കാൻ. കട്ടി കൂട്ടി വരച്ചാൽ നമുക്ക് കറക്റ്റ് ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ പറയാൻ പറ്റുന്നത്. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. ക്ലോക്ക് ആയിട്ടാണ് ആന്റി ക്ലോക്ക്. മറ്റേത് വരയ്ക്കുമ്പോൾ പാടാണ് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് ഒന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നും. ഒന്നുകൂടെ ഒന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ ആന്റി ക്ലോക്ക് വൈസ്. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരും. സാർ അങ്ങനത്തെ ചോദ്യം പൊതുവെ കുറവാണ്, എന്നാലും ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ. വെറുതെ ആ ഫിഗർ മാത്രം വന്നിട്ട് അത് നമുക്ക് ഭയങ്കര പാടാണ് മനസ്സിലാക്കാൻ പറ്റില്ല അതിന്റെ ഡിറക്ഷൻ. അല്ലെങ്കിൽ ഇതുപോലത്തെ ഫിഗർ തന്നെ, ഇതൊക്കെ ഓക്കെയാണ്. വരച്ചു കഴിഞ്ഞോ? പ്രാൺ വരച്ചു കഴിഞ്ഞോ? ആരെങ്കിലും വരയ്ക്കുന്നുണ്ടോ? ആരെങ്കിലും വരയ്ക്കുന്നതിന് കൈവയ്ക്ക്? ഇല്ല. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാലോ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരച്ചെടുത്തു. സോളിനോയിഡിന് ചുറ്റുമുള്ളൂ, അതുപോലെ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതേ കണ്ടോ,
ഇത് പുറകിലാണ്, ഇത് ഇതിന്റെ പുറകിലാണോ ഫ്രണ്ടിലാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ സാധനം ഇതിന്റെ ഫ്രണ്ടിലായി കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയോ? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. കണ്ടോ? ഈ സാധനം ഇതിന്റെ പുറകിലായി കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അതാ കൺഫ്യൂഷൻ വരും എന്ന് പറഞ്ഞു. ഈ വരച്ചിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഇത് ഫ്രണ്ടിലാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും, ഇത് പുറകിലാണെങ്കിൽ ഇത് പുറകിലാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും, പക്ഷെ ഇത് ഫ്രണ്ടിലാണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. കണ്ടോ? ഇത് ഫ്രണ്ടിൽ ഇത് പുറകിലും വരുമ്പോൾ അതാണ് പ്രശ്നം. ഇങ്ങനെ വരക്കേണ്ടത് പറഞ്ഞതിന്റെ കാരണം അതാ. ഇതിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കറണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞേക്കുവാണ് അല്ലെ. സ്ക്രീൻ പോയോ? ലോസ്റ്റ് നെറ്റ്വർക്ക് അടയ്ക്കരുത്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, വരച്ചെടുത്തോ. സൗത്ത് പോളും നോർത്ത് പോളും ഒന്ന് മാർക്ക് ചെയ്തോ കേട്ടോ. ഒന്ന് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യട്ടോ. നമ്മൾ വരച്ചേക്കണേലേ, നമ്മൾ ഇതെടുത്തല്ല വരച്ചേക്കുന്നത്, ഇതില് ക്ലോക്ക് വൈസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഇത് തന്നെയാണ്, സെയിം ആണ്, കുഴപ്പമില്ല. സെയിം ഫീൽഡ് തന്നെ വരയ്ക്കാം. ഇതിലും ക്ലോക്ക് വൈസ് ആണ്. അതായത് ഇത് ഇതിന്റെ ഫ്രണ്ടിലാണ് വരുന്നത്. ഇത് ഈ സാധനം കണ്ടോ, ഇത് ഫ്രണ്ടിലായിരിക്കും. ഇത് ഫ്രണ്ടിലാണോ ബാക്കിലാണോ എന്ന് പറഞ്ഞാലാണ് നമുക്ക് കണ്ടോ, ഇത് ഫ്രണ്ടിൽ വരും, എന്നാലാണ് ക്ലോക്ക് വൈസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ബാക്കിലാക്കി കഴിഞ്ഞാൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആവും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞോ? ഹന്ന റഷീദ് കഴിഞ്ഞോ? എന്റെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, സോളിനോയിഡ് ആണെങ്കിലും ബാർ മാഗ്നറ്റ് ആണെങ്കിലും ഇതിന്റെ സെന്ററിൽ എപ്പോഴും സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും കേട്ടോ. സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കും ആയിരിക്കും. ഇവിടെ നോർത്തിൽ നിന്ന്, ഇത് നോർത്താണേ, ഇവിടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഓക്കെ, നമ്മൾ ആ ഫീൽഡ് കണ്ടതുപോലെ തന്നെ ഇതിന് ചുറ്റും വരയ്ക്കുക, ഇതിന് ചുറ്റും വരയ്ക്കുക, സെന്ററിൽ സ്ട്രെയിറ്റ് വരയ്ക്കുക. ജസ്ബല് വരച്ചു കഴിഞ്ഞോ? അബാന പറഞ്ഞോ. ഏതാ? ബാർ മാഗ്നറ്റ് വരച്ചോ. വെക്കേഷന് മുന്നേ അല്ലേ നമ്മൾ പഠിച്ചേട്ടാ. ബാർ മാഗ്നറ്റും കൂടെ വരച്ചോ. ഫാത്തിമ റഫീഖ് എന്താണ് പഠിച്ചൊക്കെ പറഞ്ഞു നോക്കുന്നതാണോ അതോ വീട്ടുകാരായിട്ട് വർത്താനം പറയുന്നതാണോ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടാ, ശ്രദ്ധ മാറല്ലേ. ഞാനിവിടെ ബാർ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയാം. വീട്ടിലെ അടുത്ത് അവിടെ ഇരുന്ന് കുഞ്ഞാലി മരക്കാരന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതല്ലേ കേൾക്കുള്ളൂ അല്ലെ. ഞാനിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വളയുന്നു, ചെരിയുന്നു, നേരെ ഒടിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങള്
നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധ പോകും കേട്ടോ. അതുകൊണ്ടാണ് വേറെ ഒന്നിലോട്ട് പോകുന്നത്. കാരണം അത്ര കുറച്ച് പ്രശ്നമുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കാണാത്ത സാധനത്തിനെ കുറിച്ചല്ല പറയുന്നത്, അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള സമയത്ത് വർത്താനം പറയാന്നല്ല കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ഹരിപ്രിയ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തേ. നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ എനിക്കറിയില്ല, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ നിങ്ങൾ പറഞ്ഞു. നിങ്ങളിപ്പോ സോൾ നോഡിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾ ആ സോൾ നോഡ് ചെയ്തതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. കൺസിഡർ ഇത് തന്നെ, കൺസിഡർ എ സർക്കുലർ ലൂപ്പ് ഓഫ് വയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ പേജ് നമ്പർ ഒരാളൊന്ന് വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഉപകാരമായിരിക്കും. കൺസിഡർ എ സർക്കുലർ ലൂപ്പ് ഓഫ് വയർ. 229. ഓക്കെ, താങ്ക് യു. 229 കേട്ടോ. 229. ഓക്കെ, 229. ഓക്കെ, 229 ക്വസ്റ്റ്യൻ ഒരാൾ വായിക്കും, അസിയ വായിക്കും, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ആൻസർ സുവൈഫും പറയും. അസിയ ക്വസ്റ്റ്യൻ വായിച്ചു. Consider a circular loop of wire lying in the plane of the table. എന്താ ഉദ്ദേശിച്ചേ? സുവൈഫ് പറയും. സുവൈഫ് പറഞ്ഞു കേട്ടോ. സുവൈഫ് എന്താ? കൺസിഡർ എ സർക്കുലർ ലൂപ്പ് ഓഫ് വയർ ലൈങ് ഇൻ ദ പ്ലെയിൻ ഓഫ് എ ടേബിൾ. പ്ലെയിൻ ഓഫ് ദ ടേബിൾ. സോളിനോട് ടേബിളിൽ കിടക്കുന്നു. ടേബിളില് ടേബിളില് എങ്ങനെ ഇരിക്കും? നമ്മൾ വെച്ച പോലെ ഇങ്ങനെ കുത്തി നിർത്തിയേക്കോണോ? അല്ല, ലൈൻ കിടത്തിയേക്കോണം അല്ലെ? ലൈൻ അല്ലെ? സോളിനോട് ഇങ്ങനെ കിടത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ബാക്കി വായിക്കണം. മുന്നോട്ട് പോട്ടെ, വണ്ടി മുന്നോട്ട് പോട്ടെ. അസിയ തന്നെ ബാക്കി വായിച്ചു. Let the current passing through the loop clockwise. Apply the right hand. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് ചെയ്തു പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ ചെയ്തു പഠിച്ചത് ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് അല്ലെ? ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു പഠിച്ചത്, ശരിയല്ലേ? പക്ഷെ ഇപ്പൊ ടേബിളിൽ ഇങ്ങനെ കിടക്കുന്നത്, ഇത് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, ഒരു കോയില് ഇത് അല്ല, ഇതിൽ കാണുന്നില്ല അല്ലെ? ഇത് ഇങ്ങനെ ചുമ്മാ കിടക്കുകയാണ്. ടേബിളിന്റെ പ്ലെയിനിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഫിഗർ വരയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് അവിടെ ഒരു ടേബിൾ വരയ്ക്കാം. ഓക്കെ, എവിടെയോ ഒരു ടേബിൾ ഉണ്ടാകും. അതാ. ഓക്കെ, തൽക്കാലം ഈ ടേബിൾ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ടേബിളില് ഞാൻ സർക്കുലർ കോയിൽ ഇതുപോലെ ഇട്ടേക്കാണ്. ഓക്കെ, ഞാൻ സെല്ല് എവിടെ വയ്ക്കും? ഫസലെ സെല്ല് എവിടെ കൊടുക്കും? ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സെല്ല് ഞാൻ ലെഫ്റ്റിൽ കൊടുക്കണം, റൈറ്റിൽ കൊടുക്കണം? പോസിറ്റീവ് എൻഡ് എവിടെ കൊടുക്കും? കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ടെക്സ്റ്റിലില്ല, ഇവിടെ നോക്കി പറഞ്ഞു. കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സെല്ലിന്റെ പോസിറ്റീവ് എവിടെ വയ്ക്കും? ഇവിടെ വയ്ക്കോ, ഇവിടെ വയ്ക്കോ? ലെഫ്റ്റിൽ വയ്ക്കോ, റൈറ്റിൽ വയ്ക്കോ? ലെഫ്റ്റില് പോസിറ്റീവ് വെക്കണം, റൈറ്റില് നെഗറ്റീവ് വെക്കണം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ശരിയല്ലേ? ഓക്കെ, ഇനി ആ വയറിൽ എല്ലാരും ഒന്ന് പിടിച്ച് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് തമ്പ് ഉപയോഗിച്ചിട്ട് പിടിച്ചോ. ഇമാജിൻ കേട്ടോ, പിടിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഇത് നേരത്തെ ക്ലാസ്സിൽ എടുത്തും ചോദിച്ചാണ്, സാറേ ഇതിങ്ങനെ പിടിച്ചാൽ നമുക്ക് കറണ്ട് അടിക്കില്ല എന്നാ ചോദിക്കുന്നത് കേട്ടോ. സാറ് പറഞ്ഞ പോലെ വയറിലൊക്കെ പോയിട്ട് ഞങ്ങൾ പോയി പിടിച്ചാൽ ഞങ്ങൾക്ക് കറണ്ട്. നിങ്ങൾ പിടിക്കണ്ട, ടെക്സ്റ്റിൽ അതാ പറഞ്ഞേ. ഇമാജിൻ, നിങ്ങൾ പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. Imagine that you are holding current carrying wire using your right hand. നിങ്ങളുടെ വലത് കൈ ഉപയോഗിച്ചിട്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന വയർ പിടിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് കറണ്ട് എങ്ങോട്ടാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, കറണ്ട് എങ്ങോട്ടാണെന്നുള്ളത്. അതിനു മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ലൂപ്പിനകത്തും ലൂപ്പിന്റെ പുറത്തും. ലൂപ്പിന്റെ അകത്ത് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ആരാ പറയാ? അനന്യ. ലൂപ്പിനകത്ത് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഒരു സർക്കുലർ ലൂപ്പിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ അറിയാനുള്ള ഏത് റൂളാ? തമ്പ് റൂളാണോ പാമ്പ് റൂളാണോ? സർക്കുലർ കോയിലിന്റെ അകത്ത്, ലൂപ്പിന്റെ അകത്ത് പാമ്പ് റൂൾ അല്ലെ? ഈ ലൂപ്പിന്റെ അകത്ത് ഏത് റൂളാണ് യൂസ് ചെയ്യുക? നമ്മള് പാമ്പ് റൂളാണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മളിതേ കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിച്ചോ. കറണ്ട് എങ്ങനെയാ? ക്ലോക്ക് വൈസ്. നിങ്ങൾ പിടിച്ചോ കറണ്ടിന്റെ ഡയറക്ഷനിൽ, നിങ്ങളുടെ ബാക്കി ഫിംഗേഴ്സ് പിടിച്ചോ. എന്നിട്ട് നിങ്ങളുടെ തമ്പ് എങ്ങോട്ട് ഇരിക്കണമെന്ന് നോക്കിയേ.
ടേബിളിലേക്കാണോ, ടേബിളിൽ നിന്ന് ഇൻടു ദ ടേബിൾ ആണോ, ഔട്ട് ഓഫ് ദ ടേബിൾ ആണോ എന്ന് പറ. നിങ്ങളുടെ തമ്പിരിക്കുന്ന ഇപ്പൊ നിങ്ങൾ ആ കറന്റ് ഡയറക്ഷനിൽ ഇത് പിടിക്കും, ബാക്കിയുള്ള ഫിംഗർ. ഇത് പാം റൂൾ ആണ്. അകത്തെ ഇതിന്റെ ലൂപ്പിനകത്താണ് നമ്മൾ നോക്കുന്നത്, പുറത്തല്ല കേട്ടോ. പറഞ്ഞോ, ആരാ പറയാ? ഫിദാ നസീം പറഞ്ഞോ. ഇൻടു ദ ടേബിൾ അല്ലെ. അപ്പൊ ലൂപ്പിനകത്ത് ഇൻടു ദ ടേബിൾ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും ഇല്ല അല്ലെ? ലൂപ്പിനകത്ത് ഇൻടു ദ ടേബിൾ ആണ്. ഇത് നോക്കി, ഇതാ ഇൻടു ദ ടേബിൾ, ടേബിളിനകത്തേക്കാണ്. ഓക്കെ, ഇത് വേണോ? അതിന് ഇത് വേണോ? വേണ്ടല്ലോ. ഓക്കെ, ഇതാ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഞാൻ പിടിക്കുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ പിടിക്കുമ്പോൾ അതേ നോക്കി ടേബിളിനകത്തേക്കാണ്. ഓക്കെ, ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടേബിളിന്റെ പുറത്തേക്കായിരിക്കും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടേബിളിന്റെ അകത്തേക്കായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഈ വേറെ ചോദിച്ചിട്ടുണ്ട്, ലൂപ്പിന്റെ പുറത്ത് എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. പുറത്ത് എങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അറിയാൻ നമുക്ക് പാം റൂൾ പറ്റില്ല. നമ്മൾ ആ തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിന്റെ അറ്റത്ത് പിടിച്ചു നോക്കി, ഇവിടെ പിടിച്ചു നോക്കി, കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിച്ചിട്ട് ആ ബാക്കി ഫിംഗേഴ്സ് ലൂപ്പിന്റെ പുറത്ത് എങ്ങനെയായിരിക്കണം, പുറത്തേക്കാണോ അകത്തേക്കാണോ നോക്കി നിങ്ങൾ തമ്പ് പിടിക്കുക. കറണ്ടിന്റെ ഡയറക്ഷനിലാണ് തമ്പ് പിടിക്കണം. നമ്മളിപ്പോ കോയിലിന് ചുറ്റുമുള്ള നോക്കുന്നത്. ഈ കോയിലിൽ പിടിച്ചേ, കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിച്ചിട്ട് കോയിലൊന്ന് പിടിച്ചേ. എന്നിട്ട് ബാക്കി ഫിംഗേഴ്സ് എങ്ങനെയായിരിക്കുന്നത്, ടേബിളിൽ നിന്ന് പുറത്തേക്കാണോ ടേബിളിൽ നിന്ന് അകത്തേക്കാണോ നോക്ക് കേട്ടോ. ഐഷ സൂന പറഞ്ഞോ. ഐഷ സൂന പറഞ്ഞോ. ഐഷ ചേച്ചി വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. പറഞ്ഞോ. ടേബിളിന്റെ അകത്തേക്കാണോ ടേബിളിന്റെ പുറത്തേക്കാണോ? ടേബിളിന്റെ അകത്തേക്കാണോ ടേബിളിന്റെ പുറത്തേക്കാണോ? ടേബിളിന്റെ അകത്തേക്കാണോ? ഐഷ എങ്ങനെ പിടിച്ചു നോക്കട്ടെ, കാണിച്ച്, കൈ കൊണ്ട് കാണിച്ച്. ആ കോയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കോയിൽ ഇരിക്കുന്നു, ഐഷയുടെ ഫ്രണ്ടിൽ. ഐഷ അതൊന്ന് എടുത്തേ, ആ കോയിലൊന്ന് എടുക്കട്ടെ. ആ ഓക്കെ. എന്നിട്ട് ഐഷ ഇപ്പൊ എടുത്തിരിക്കുന്ന ഐഷയുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ആൻസർ തെറ്റി പോവും, മാർക്ക് പോവും കേട്ടോ. ഇത് റൈറ്റ് ഹാൻഡ്, തലയാട്ടിയാ പോരാ, ഹാൻഡ് മാറ്റണം കേട്ടോ. റൈറ്റ് ഹാൻഡ് ആണ്. ഇത് ശ്രദ്ധിക്കും, നിങ്ങളൊക്കെ മാറ്റും. എത്ര പറഞ്ഞാലും നിങ്ങൾ എന്നെ പറ്റിക്കുകയും ചെയ്യും, മാർക്കും കളയും കേട്ടോ. റൈറ്റ് ഹാൻഡ് എന്നൊരു 100 വട്ടം പറഞ്ഞു. എനിക്ക് മാറില്ലല്ലോ. റൈറ്റ് ഹാൻഡ്. നിങ്ങൾ എപ്പോഴും ആരം കഴിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആയി പോകാറുണ്ടോ? എപ്പോഴും റൈറ്റ് ഹാൻഡ് അല്ലേ യൂസ്. പിന്നെ ഈ റൂൾ എടുക്കുമ്പോൾ എങ്ങനെയാന്ന് ലെഫ്റ്റ് ഹാൻഡ് ആയി പോകുന്നത്? ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡ് കേട്ടോ, റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാം. ഇനി ഐഷ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചൊന്ന് ഉയർത്തിക്ക്. ആ കോയിലെ പിടിച്ച്, അവിടെ ഒരു കോയിലുണ്ട്, അതുപോലത്തെ ഒരു കോയിൽ ഐഷയുടെ ഫ്രണ്ടിലുണ്ട്. ഐഷ ഒന്ന് പിടിച്ചിട്ട് ഐഷയുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങോട്ടേക്കാന്ന് നോക്കിയാൽ, പുറത്തേക്കാണോ അകത്തേക്കാണോ? ടേബിളിൽ നിന്ന് പുറത്തേക്കാണ്. ശരിയല്ലേ? പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കോയിൽ എടുത്ത് കാണിക്കണോ? ഇതൊരു കോയില്. ഓക്കെ, ഈ കോയിൽ എങ്ങനെ കിടക്കുക? എങ്ങനെയല്ലേ കിടക്കുന്നത്? ഞാൻ ഇതിൽ പോയിട്ട് കറണ്ട് ഇങ്ങടല്ലേ, കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിച്ചു. എന്റെ ബാക്കി ഫിംഗേഴ്സ് എങ്ങനെയിരിക്കുന്നത്? പുറത്തേക്കാണ്. കറണ്ട് ഇങ്ങടല്ലേ, കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിച്ചിരുന്നത് പിടിച്ചു നോക്കി. ഇത് കണ്ടോ, ടേബിളിൽ നിന്ന് പുറത്തേക്കാ. ഇതിന്റെ അകത്തേക്ക്, ലൂപ്പിനകത്ത് വരുമ്പോ അകത്തേക്ക് വരും കണ്ടോ. ലൂപ്പിന്റെ പുറത്ത് എങ്ങനെയാണ്? ടേബിളിൽ നിന്ന് പുറത്തേക്കാണ്. ഓക്കെ, അപ്പൊ ഔട്ട്സൈഡ് ദ ലൂപ്പ്, ഔട്ട് ഓഫ് ദ ടേബിൾ. ഇൻസൈഡ് ദ ലൂപ്പ്, ഇൻ ടു ദ ടേബിൾ കേട്ടോ. എഴുതി വെക്കാം. ലൂപ്പിന് പുറത്ത് എന്താണ്? ടേബിളിൽ നിന്ന് പുറത്തേക്കായിരിക്കും. ലൂപ്പിന് അകത്ത് എന്തായിരിക്കും? ഓക്കെ, അല്ലെങ്കിൽ ഇത് വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റും. ഇത് നോക്കി, ഇവിടെ പുറത്തേക്കല്ലേ, തിരിച്ചു വരുമ്പോ നോക്കി അകത്തേക്കാണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് നോക്കി, ലൂപ്പിന് പുറത്തേക്കാണ്. ലൂപ്പിനകത്തേക്ക് വന്നപ്പോ തിരിഞ്ഞ് ടേബിളിനകത്തേക്ക് വരും കണ്ടോ. ഇവിടെ ലൂപ്പിന് പുറത്ത് ഔട്ട് ഓഫ് ദ ടേബിൾ, ലൂപ്പിനകത്ത് ഇൻ ടു ദ ടേബിൾ. എഴുതി വെക്കാം കേട്ടോ. അതാ ക്വസ്റ്റ്യൻ. ലൂപ്പിന്റെ പുറത്ത് എങ്ങനെയാണ്, ലൂപ്പിന്റെ അകത്ത് എങ്ങനെയാണ്? ലൂപ്പിന്റെ പുറത്ത് ഔട്ട് ഓഫ് ദ ടേബിൾ ആണ്, ലൂപ്പിനകത്ത് ഇൻ ടു ദ ടേബിൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല. ഓക്കെ, എന്നാ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. മിൻഹ സലീം സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചോ. The magnetic field in a given region is uniform. Draw a diagram to represent it. Okay, magnetic field യൂണിഫോം ആണ്. അത് ഏതിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആയിട്ട് വരിക? സോളിനോയിഡിലാണോ ബാർ മാഗ്നറ്റിലാണോ? ബാർ മാഗ്നറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണോ മിൻഹ? ബാർ മാഗ്നറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണോ? അതായത് എല്ലായിടത്തും സെയിം ആണോ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് സ്ട്രെങ്ത് എല്ലായിടത്തും സെയിം ആയിരുന്നോ? ആണോ മിൻഹ? പറഞ്ഞോ. പറഞ്ഞോ. അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ. പോളിലൊക്കെ വ്യത്യാസം ഉണ്ട് അല്ലെ. പോളിൽ സ്ട്രെങ്ത് കൂടുതലാണ്, അങ്ങനെയൊക്കെയാണ് ഇരിക്കുക അല്ലെ. പക്ഷേ സോളിനോയിഡിന്റെ കേസിൽ ഡിഫറെന്റ് ആണ്. സോളിനോയിഡിന്റെ അടുത്ത് ത്രൂ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരക്കേണ്ട ഏതാണ്? സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫിഗർ ആണ്. നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്തെന്ന് എഴുതിയാൽ മതി? ഫിഗർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫൗണ്ട് ബൈ സോളിനോയിഡ് എന്ന് എഴുതിയാൽ മതി. ഫിഗർ
ബ്രാക്കറ്റില് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സോളിനോയിഡ് എന്ന് എഴുതിയാണ്. നമ്മൾ ഓൾറെഡി എഴുതിയോണ്ടാട്ടോ ഇങ്ങനെ എഴുതിയ. ഇനി എക്സാമിന് എഴുതി വെക്കരുത്. ഫിഗർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സോളിനോയിഡ് എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഫിഗർ നിങ്ങൾ ഓൾറെഡി വരച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം. ഓക്കെ, ഫിഗർ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എഴുതുക മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സോളിനോയിഡ്. ഫിഗർ എന്ന് എഴുതുക ബ്രാക്കറ്റില് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സോളിനോയിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടിയിട്ട് ജസ്ബിൽ വായിക്കും. അല്ല, ജസ്ബിൽ ഇപ്പൊ രണ്ടോണം വായിച്ചത്. നമുക്ക് എവിനെ കൊണ്ട് വായിപ്പിക്കും. എവിൻ വായിച്ചോളൂ. Choose the correct option. The magnetic field inside a long straight solenoid carrying ഒരു സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ് ഓപ്ഷൻ 0 ആണ്. സെക്കൻഡ് ഓപ്ഷൻ എൻഡിലേക്ക് വരുമ്പോ കുറയും. തേർഡ് ഓപ്ഷൻ എൻഡിലേക്ക് വരുമ്പോ കൂടും. ലാസ്റ്റ് ഓപ്ഷൻ എല്ലായിടത്തും സെയിം ആണ്. ഏതാ എവിൻ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ അറിയാം. എവിൻ ഏതായിരിക്കും കറക്റ്റ്? ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. എൻഡിൽ ചെല്ലുമ്പോ കൂടും കുറയും, എല്ലായിടത്തും സെയിം ആണ്. എവിൻ പറഞ്ഞോളൂ. എല്ലായിടത്തും സെയിം ആണ്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയുള്ളൂ അത് കേട്ടോ. ഓക്കെ, സെയിം അറ്റ് ഓൾ പോയിന്റ്. എല്ലായിടത്തും സെയിം ആണ്. is the same at all point. ഓക്കെ, അടുത്തത് നമുക്ക് മോട്ടറിൽ ഒരു ബ്ലൂ ലെറ്ററിന്റെ ഒരു ബോക്സ് നമ്മൾ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് നോക്കി ആ മോട്ടർ റൂളിന്റെ അവിടെ. ആലിയ പറഞ്ഞോ. സാർ, ഇതിനകത്ത് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ഷേപ്പ് അല്ലേ? അപ്പൊ ഈ ലോങ് സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോഴോ? ലോങ് സ്ട്രെയിറ്റ് സോളിനോയിഡ് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ ഇതിപ്പോ സ്ട്രെയിറ്റ് അല്ലേ? ഇതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ലോങ് സ്ട്രെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. സോളിനോയിഡ് ആ വാക്ക് പറഞ്ഞാൽ പിന്നെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ചുറ്റിയിരിക്കണം, അല്ലെങ്കിൽ അതിനെ സോളിനോയിഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആണെന്നാണ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു വയറിനെ നമുക്ക് ഒരു കാരണവശാലും സോളിനോയിഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. സോളിനോയിഡ് എന്ന വാക്ക് ഹെലിക്സ് ഷേപ്പിലോ സിലിണ്ടർ ഷേപ്പിലോ ചുറ്റിയിരിക്കുന്ന വയറാണ്. ഓക്കെ, ഞാൻ പറയാം ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇതാ ടേബിളിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മളിപ്പോ ചെയ്തതാണ്. ഇതാണ് സംഭവം. ഓക്കെ, നമ്മൾ പിടിച്ചു നോക്കുമ്പോ നമുക്ക് പാം റൂളിന്റെ ആവശ്യമില്ല. നമുക്ക് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് തന്നെ ആണെങ്കിൽ അത് പറയാം അല്ലെ? നമ്മൾ പിടിച്ചു നോക്കി കണ്ടോ, ഒരു സൈഡ് അവിടെ നിന്ന് അകത്തുനിന്ന് കയറി ഇവിടെ നിന്ന് അകത്തേക്ക്. അപ്പൊ ലൂപ്പിനകത്ത് ടേബിളിനുള്ളിലേക്ക് വരും, ലൂപ്പിന്റെ പുറത്ത് ടേബിളിൽ നിന്ന് വരും. അതാണ് ലൂപ്പിന് പുറത്ത് ഔട്ട് ഓഫ് ദ ടേബിൾ ആണ്, ലൂപ്പിനകത്ത് ഇൻ ടു ദ ടേബിൾ ആണെന്ന് പറയാൻ കാരണം. അർഫാസ് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. അർഫാസിന് ലെഫ്റ്റ് ഹാൻഡ് ഒന്നും അറിയില്ലായിരിക്കും അല്ലെ? ഞങ്ങൾ ഇവിടെ ഒരു യുദ്ധം തന്നെ നടത്തി ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒക്കെ പഠിച്ചാണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഭയങ്കര അപകടമാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ പഠിപ്പിച്ചു കൊടുക്കൽ ഭയങ്കര പാടാണ്. ബാക്കി എല്ലാം ഓക്കെ. ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കാരണം ഇരിക്കുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് കൈ വളച്ചും തിരിച്ചും ഓടിച്ചും ഒക്കെ പഠിപ്പിക്കാവുമാരെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു റൂൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ റൂൾ ഒന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ റൂളിന്റെ പേര് ലുലിസാർ സ്കെച്ച് റൂൾ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി എക്സാമിന് എഴുതി വെക്കരുത് കേട്ടോ. എക്സാമിന് എഴുതി വെക്കരുത്. ലുലിസാർ അക്കോർഡിംഗ് ടു ലുലിസാർ സ്കെച്ച് റൂൾ എന്ന് എഴുതി വെക്കരുത്. കാരണം ടീച്ചറിന് ലുലിസാറിനെ അറിയില്ല, ലുലിസാറിന്റെ സ്കെച്ച് അറിയില്ല, ഒന്നും അറിയില്ല കേട്ടോ. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പലർക്കും തിരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ആദ്യമായിട്ട് എങ്ങനെ തിരിക്കുന്നത്, ഇതിന് മുന്നേ എങ്ങനെ തിരിച്ചിട്ടില്ലല്ലോ. ചായ കുടിക്കാൻ ഇങ്ങനെ കുടിക്കുന്നു, ചോറ് തിന്നാൻ ഇങ്ങനെ കഴിക്കുന്നു എന്നല്ലാണ്ട് കൈ ഇങ്ങനെയൊന്നും തിരിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് പലർക്കും അറിയില്ല. ചോദിക്കുമ്പോൾ പല കാരണങ്ങളാണ്. സാറേ കൈ മടങ്ങില്ല, ഒടിയില്ല, വാദമാണ്, നടുവേദനയാണ്, കൈവേദനയാണെന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് 3 സ്കെച്ച് ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 3 സ്കെച്ച് ഉപയോഗിച്ച് നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഈസി ആയിട്ട് പഠിക്കാം. അത് വേറെ ഒന്നുമില്ല. നിങ്ങളിപ്പോ എക്സാമിനാണെങ്കിലും ഇതുപോലെ 3 പെൻ വെച്ചിട്ട് 3 പെന്നല്ല 3 ചെറിയ പിടിക്കാൻ എളുപ്പമുള്ള എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ ആക്കിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഇതിനകത്ത് ഒന്ന് എഴുതിക്കൊണ്ട് വരരുത് കേട്ടോ. ഇവിടെ ഫോഴ്സ് നിന്ന്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നിന്ന്, ഇവിടെ കാരണം അതിന്റെ പേര് കോപ്പി എന്നാണ്. എന്നിട്ട് സാറ് പറഞ്ഞു, ട്യൂഷൻ സാറ് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ മതി, എന്നിട്ട് എന്റെ തലയിലേക്ക് വയ്ക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിങ്ങനെ ആക്കിക്കൊണ്ട് വരിക. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തിരിക്കാമല്ലോ. നിങ്ങളുടെ കൈ തിരിക്കാനല്ലേ നിങ്ങൾക്ക് പാടുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കാമല്ലോ. എന്നിട്ട് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. എന്നിട്ട് ഞാൻ സ്കെച്ച് ഉപയോഗിച്ച് കാണിച്ചു തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു. ആരാ വായിക്കുക? അർഫാസ് വായിച്ചോളൂ. അർഫാസ് വായിച്ചു. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ? ടെക്സ്റ്റിലുണ്ട് ക്വസ്റ്റ്യൻ, നോക്കിക്കോട്ടോ. ഈ ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇടണേ. വെറുതെ ആൻസർ മാത്രം എഴുതി പോരുത്. ക്വസ്റ്റ്യൻ നമ്പർ കേട്ടോ. ക്വസ്റ്റ്യൻ എന്താന്ന് അറിയാണ്ട് ആൻസർ മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ.
കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ടെക്സ്റ്റിൽ ഏത് പേജിലാണെന്നൊക്കെ നോട്ട് ചെയ്യുക. നിങ്ങളെ വിശ്വസിക്കുകയാണ്, നിങ്ങൾ അവിടെ എഴുതാം. സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ എപ്പോഴെങ്കിലും. ഓക്കെ, അർഫാസ് പറഞ്ഞോ. An electron enters a magnetic field at right angles to it, as shown in figure. ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡിന് റൈറ്റ് ആംഗിൾ ആയിട്ട് എൻ്റർ ചെയ്യുവാണ്. ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പഠിച്ചേക്കുന്ന ചാർജ് ഫ്ലോ ചെയ്യും അല്ലെ, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുവാണ്. ഓക്കെ, ഒരു വയറിലൂടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോ പറഞ്ഞോ. The direction of force acting on the electron will be. ആ ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ആ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഔട്ട് ഓഫ് ദ പേജ് ആണോ ഇൻ ടു ദ പേജ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു ഫിഗറിന് അവർ പറഞ്ഞേക്കുന്നുണ്ട്, നമുക്ക് ആ ഫിഗർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് ആ ഫിഗർ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, നമ്മൾ ഫിഗർ പിടിക്കുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് പേപ്പറാണ് അല്ലെ. സപ്പോസ് നിങ്ങളുടെ ഇപ്പൊ എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പറാണ്, പേപ്പറിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് നിങ്ങളുടെ നേരെയാണോ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണോ? ഹന്ന റഷീദ്, ആ ഇലക്ട്രോൺ വരുന്നത് ഹന്നയുടെ നേരെയാണോ പാഞ്ഞു വരുന്നത്, അതോ ഹന്നയ്ക്ക് ഓപ്പോസിറ്റ് ആണോ? ഹന്നയുടെ നേരെയാ പാഞ്ഞു വരുന്നത് അല്ലെ. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ? ഹന്നയുടെ നേരെയാണോ ഹന്നയ്ക്ക് ഓപ്പോസിറ്റ് ആണോ? അങ്ങനെ തന്നെ പറയണം. ഇലക്ട്രോൺ ഫ്ലോയുടെ അതേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അല്ല, ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ്. ചാപ്റ്റർ 3 ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ചാപ്റ്റർ 3 ആണോ ചാപ്റ്റർ 1 ആണോ? ചാപ്റ്റർ 3 അല്ലെ. ഇലക്ട്രിസിറ്റിയിൽ എന്താ നമ്മൾ പഠിച്ചത്? ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ചാർജ് സർക്യൂട്ട് പഠിച്ചപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ചാർജ് ഫ്ലോ ചെയ്യുന്നത് പക്ഷേ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് വേണം എടുക്കാൻ, എപ്പോഴും ഓർക്കുക കേട്ടോ. ഓക്കെ, അന്നെയാണ് ഇപ്പൊ തെറ്റിച്ചെങ്കിലും ഇത് നിങ്ങൾ എനിക്കറിയാം, ഇതിപ്പോ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ പകുതി പേരോളം തെറ്റിക്കും. ആ ഇലക്ട്രോൺ ഫ്ലോ തന്നെ എടുക്കും, ഇലക്ട്രിസിറ്റി എടുക്കരുത്, അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്തോണം. ഇലക്ട്രോൺ പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജ് തന്നേക്കണമെങ്കിൽ കുഴപ്പമില്ല, ഇലക്ട്രോൺ തന്നേക്കണമെങ്കിൽ തിരിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇലക്ട്രോൺ ഫ്ലോ കാണിക്കും, അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും വരയ്ക്കാം, ഇലക്ട്രോൺ ഫ്ലോയും കാണിക്കാം കേട്ടോ, ശ്രദ്ധിക്കേ. ഓക്കെ, ഇതാ നോക്കിക്കോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കായിരിക്കും, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ ഇലക്ട്രോൺ ഫ്ലോ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഇനി നിങ്ങളുടെ വലത് കൈ എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മാരകായുധം ഇരിക്കുന്നുണ്ടല്ലോ, അത് എടുത്തോളൂ. 3 വിരൽ ഇതുപോലെ പിടിച്ചോ, ഇത് മാറരുത് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളണം കേട്ടോ. നിങ്ങൾക്ക് എന്തോ ഒരു സൂക്കേട് വന്ന് കൈ ഇങ്ങനെ ആയെന്ന് വിചാരിച്ചോ കേട്ടോ, അങ്ങനെ ആയാലും കുഴപ്പമില്ല, വരുത്താണ്ടിരിക്കട്ടെ, അങ്ങനെ ആയാലും കേട്ടോ. ഓക്കെ, തൽക്കാലത്തേക്ക് ഇപ്പൊ അങ്ങനെ വിചാരിച്ചു, ഇത് നീ മാറൂല കേട്ടോ, എന്റെ കൈക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ മാറൂല. ഓക്കെ, ഇനി നോക്കിക്കോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടേക്കാണ്? അത് അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഇതറിയണം. ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ഇതിനകത്ത് ഏതെന്ന് അറിയാത്തവന്റെ ചാപ്റ്റർ ക്ലോസ് ആണ്, അവന് നിർത്തിപ്പോക്കോ, അവന്റെ പരിപാടി തീർന്നു അല്ലെ. ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും എങ്ങനെയാണെന്ന് അറിയണം. എങ്ങനെയാ? ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ടല്ലേ, FMC, ഫാദർ മദർ ചൈൽഡ്, അച്ഛൻ അമ്മ കുട്ടി. ഓക്കെ, F for ഫോഴ്സ്, M for മദർ, C for കറണ്ട്. ഓക്കെ, സർ തിരിഞ്ഞില്ലേ? F for ഫോഴ്സ്, M for മാഗ്നറ്റിക് ഫീൽഡ്, C for കറണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ പിടിച്ചേ, എല്ലാവരുടെയും കൈ ഇങ്ങനെ പിടിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു അപൂർവ രോഗം പിടിപെട്ടിരിക്കുകയാണ്, ഇങ്ങനെ കൈ നീക്കുള്ളൂ നമ്മൾ കേട്ടോ. ഓക്കെ, എല്ലാവരും പിടിച്ചോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇതല്ലേ, നിങ്ങളുടെ പേപ്പറിൽ നോക്കി, എന്നിട്ട് ഞാൻ വരച്ചിരിക്കുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ നേരെ നിങ്ങൾ ചൂണ്ടിക്ക്. ഈ വിരല് മാഗ്നറ്റിക് ഫീൽഡിന്റെ നേരെ ചൂണ്ടിയോ? എല്ലാരും ചൂണ്ടിയോ? ഓക്കെ, ഇപ്പൊ കറണ്ട് എങ്ങോട്ടാ വരുന്നേ? ആലിയ റഷീദ്, ഇപ്പൊ കറണ്ട് എങ്ങോട്ടാ വരുന്നേ? കറണ്ട് ഈ ഫിംഗറാ, തേർഡ് ഫിംഗർ, മിഡിൽ ഫിംഗറാ കറണ്ട്. കറണ്ട് എങ്ങോട്ടാ ഇരിക്കുന്നത് നോക്കി, ആലിയ പറഞ്ഞോ. പക്ഷെ ആലിയയുടെ നേരെയാണോ വേണ്ടേ? അല്ല, ആലിയക്ക് ഓപ്പോസിറ്റ് വേണ്ടേ? ഇനി എല്ലാരും ആ വാച്ചിലെ സമയം നോക്കിക്ക്, അപ്പൊ ഓപ്പോസിറ്റ് ആയിക്കോളൂ. വാച്ചിലെ സമയം നോക്കിക്കോ, അപ്പൊ ഓപ്പോസിറ്റ് ആയിക്കോളൂ. ഓക്കെ, കാരണം ഇത് മാറാൻ പാടില്ല, ഇത് ലോക്കായി കിടക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ലോക്കായി കിടക്കണം, എന്നിട്ട് വാച്ചിലെ സമയം നോക്കി കേട്ടോ. ഓക്കെ, അപ്പൊ തിരിഞ്ഞില്ലേ? ഇപ്പൊ നോക്കി എങ്ങോട്ടേക്കാ ഫോഴ്സ് ഇരിക്കുന്നത്? എങ്ങോട്ടേക്കാ അർഫാസ്? ഫോഴ്സ് എങ്ങോട്ടേക്കാ ഇരിക്കുക? അർഫാസ് അവിടെ ഇരുന്ന് കഥകളി കുച്ചിപ്പുടി ഒക്കെയാണ് അല്ലെ, മനസ്സിലാവുന്നില്ല? കുഴപ്പമില്ല, റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കേട്ടോ. അർഫ പറഞ്ഞോ, ആരാ പറയാ? എവിൻ ബിനു പറഞ്ഞോ. ആദ്യം ഇരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി. ആദ്യം ഇരുന്നത് ഇപ്പൊ ഒരു സാറ് മാർക്ക് ഇടുമ്പോ ഏത് ആദ്യം എവിടെ ഇരുന്നാന്ന് സാറിന് അറിയാവോ? ഇൻ ടു ദ പേപ്പർ ആണോ ഔട്ട് ഓഫ് ദ പേപ്പർ ആണോ എന്ന് പറ. തമ്പാണ് ഫോഴ്സ്, എവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഔട്ട് ഓഫ് ദ പേപ്പർ. ഇവൻ എന്നെ പറയും തമ്പ് എങ്ങോട്ടൊക്കെ ഇരിക്കുന്നത്? തമ്പ് ഇത് കണ്ടോ? തമ്പ് ഷെയ്ഖ് അബ്ദുള്ള തമ്പ്. പറഞ്ഞോ. തമ്പ് എങ്ങോട്ടാ ഇരിക്കുന്നേ? അടിയിട്ട് താഴേക്ക് അല്ലെ. താഴേക്ക് എങ്ങനെ പറയാം നമ്മള്? നമുക്ക് പേപ്പറാണ്, ഇൻ ടു ദ പേപ്പർ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ട് എന്റെ നേരെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ കറണ്ട് എന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ വിരൽ എന്ത് ചെയ്തു? ഇത് ഇങ്ങനെ തിരിച്ചു, എനിക്ക് ഓപ്പോസിറ്റ് വന്നു. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാണോ നോക്കി?
ഡൗൺവേർഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്റെ റൈറ്റിലേക്ക്, കറണ്ട് എന്റെ ഓപ്പോസിറ്റ് ആയിരുന്നപ്പോ ഫോഴ്സ് താഴേക്കാണ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എങ്ങോട്ടേക്ക് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇൻ ടു ദ പേപ്പർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് പേപ്പർ ആണല്ലോ. ഇവിടെയാണ് നിങ്ങൾക്ക് ഇൻ ടു ദ സ്ക്രീൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ സ്ക്രീനിൽ ഇരുന്നിട്ടല്ലല്ലോ എക്സാം എഴുതുക, പേപ്പറിലാണ്. അതുകൊണ്ട് നിങ്ങൾ പേപ്പറിൽ വരച്ചിട്ട് നോക്കിയാൽ നല്ലതാണ് കേട്ടോ. പേപ്പറിൽ വരച്ച് നോക്കിക്കോ, സ്ക്രീനിൽ നോക്കി പഠിക്കണ്ട, പേപ്പറിൽ നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് വരച്ച് നോക്കിക്കോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചു. ആ റൂളിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ 3 പേരിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക, അതേ ഉള്ളൂ. എന്നിട്ട് എല്ലാം ഒരേ ഡയറക്ഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരെണ്ണം അവർ തരൂല, ഒരെണ്ണം കണ്ടുപിടിക്കാണ്ടല്ലോ. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വേണ്ട സാധനം നിങ്ങൾക്ക് റെഡി ആയിട്ട് വരും. ബാക്കിയുള്ള 2 വച്ചാൽ മതി. ഇനി ഇതെങ്ങനെയാണ് സ്കെച്ച് റൂൾ ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എല്ലാവരും കണ്ടോ? അല്ല, എല്ലാവരും ശ്രദ്ധിച്ചോ? ഇവിടെ ശ്രദ്ധിച്ചോ? അപ്പൊ സ്കെച്ച് റൂൾ പറയുന്നത് എങ്ങനെ? എത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്. സ്കെച്ച് റൂൾ പറയുന്നത് നിങ്ങൾ 3 സ്കെച്ച് തന്നെ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഡിവൈഡർ ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ആ ഇതിനകത്ത്, അല്ലെ? എനിക്ക് ഇന്ന് വരെ മനസ്സിലാത്ത കാര്യമാണ് ആ ഡിവൈഡറിന്റെ പർപ്പസ് എന്താണ്. ഓക്കെ, എന്തായാലും ഞാൻ ഡിവൈഡറിന് ഒരു പർപ്പസ് പറഞ്ഞുതരാം. നമുക്കിത് ഇങ്ങനെ പിടിക്കാൻ പറ്റും ആ ഡിവൈഡർ വെച്ചിട്ട്, അല്ലെ? എന്നിട്ട് എന്തെങ്കിലും ഒന്നുകൂടെ എക്സ്ട്രാ ഇവിടെ വെച്ചാൽ മതിയല്ലോ. ഓക്കെ, ഇത് വേറെ ഒന്നുമില്ല. ഞാൻ കറണ്ട്, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഓക്കെ ആണോ? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, 3 ഡയറക്ഷൻ കാണിക്കുക. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. എന്റെ വിരൽ എനിക്ക് പിടിക്കുന്നതിന് പകരമാണ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ടിന് പകരം ഞാൻ ഇവിടെ ഫോഴ്സ് പച്ച, മാഗ്നറ്റിക് ഫീൽഡ് ചുവപ്പ്, ഓക്കെ, കറണ്ട് ബ്ലാക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇത് 3ഉം ഒന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്ന് ടൈ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് ബുദ്ധിമുട്ടും. ഫോഴ്സ്, 2 സെക്കൻഡ് ഞാനൊന്ന് പിടിക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, ഇവിടെ നോക്കിക്കോ. പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക കേട്ടോ. അപ്പൊ ഫോഴ്സ് ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ നേരെ നിൽക്കുന്നതാണ്. ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും ഇത് ഇങ്ങനെ തന്നെ. ഇനി കറണ്ട് ആണ് ഇത് നിങ്ങളുടെ ലെഫ്റ്റിലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് കൂടുതൽ ഞാൻ തന്നേനെ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാരണം റൈറ്റ് ഹാൻഡ് റൂൾ നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങളുടെ സിലബസിൽ നിന്ന് കട്ട് ചെയ്തു. അതുകൊണ്ട് കുഴപ്പമില്ല, കറണ്ട് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. പക്ഷെ റൈറ്റ് ഹാൻഡ് റൂൾ വരുമ്പോൾ കറണ്ട് ഇങ്ങനെ വരിക. അതിപ്പോ പഠിക്കണ്ട, നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ പേപ്പറിൽ നോക്കുക. നമ്മുടെ പേപ്പറിൽ ഇതാണ് ഫോഴ്സ്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ ഇരിക്കണേന്ന് നോക്കിയേ, ലെഫ്റ്റിലേക്കാണ്. അപ്പൊ ഞാൻ ഈ ബ്ലാക്ക് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക്. അപ്പൊ ഇതൊന്നും മാറൂല. ഓക്കെ, ബ്ലാക്ക് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് വെച്ചു. ഓക്കെ, ഇനി കറണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണ്. കറണ്ട് കണ്ട ഈ ചോപ്പാണ്. ചോപ്പ് ഇപ്പൊ എന്റെ നേരെ നിൽക്കുന്നത്, പക്ഷെ എന്റെ നേരെ അല്ല വേണ്ട, എനിക്ക് ഓപ്പോസിറ്റ് ആണ്. കണ്ടോ? അപ്പൊ ഞാൻ തിരിച്ചു. അപ്പൊ തിരിച്ചു ഈ പച്ച എങ്ങോട്ടാ നോക്കി, ഗ്രീൻ തന്നെ തിരിഞ്ഞോളൂ. ഓക്കെ, ഇൻ ടു ദ പേപ്പർ. ഇതാണ് സ്കെച്ച് റൂൾ, എന്റെ മാത്രം സ്കെച്ച് റൂൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ, ചിലപ്പോൾ ചിലക്കൊക്കെ നാണായിരിക്കും. എല്ലാവരും പരീക്ഷ ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടി മാത്രം ഇരുന്ന് 3 കോലും വെച്ച് കളിച്ചോണ്ടിരിക്കുക എന്നൊക്കെ തോന്നും ടീച്ചർ നോക്കുമ്പോൾ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സാധനം 3 എണ്ണം പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ മതിയല്ലോ. ഒന്നും അതിനകത്ത് എഴുതരുത്. 3ഉം പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് ഒന്ന് കിട്ടിയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ പിടിച്ചു നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങോട്ട് ഇരിക്കുന്നത് കറണ്ട്. നിങ്ങളുടെ ഫിംഗറിന് പകരം സ്കെച്ച് വെച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്ന ഇൻ ടു ദ പേപ്പർ എഴുതിയോ? ഇൻ ടു ദ പേപ്പർ എഴുതി. ഇൻ ടു ദ പേപ്പർ. അടുത്തത് ആരാ വായിക്കുക? മെരിയ ജോണി വീഡിയോ ഓണാക്കി ക്വസ്റ്റ്യൻ വായിച്ചോളൂ. വീഡിയോ ഓണാക്കി. ജസ്ബലിന്റെ വീഡിയോ ഓഫ് ആയി പോയി. എന്ത്? ജസ്ബൽ, മെരിയ, വീഡിയോ ഓഫ് ചെയ്യില്ലേ ജസ്ബലെ? മെരിയ വീഡിയോ ഓഫ് ചെയ്യില്ലേ? മെരിയ പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. ഓക്കെ, നമുക്കിനി ആരാ ഇനി ഓക്കെ, ഹന്ന ഫാത്തിമ സാലിഹ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ അല്ലെ, ഒരാൾ പറഞ്ഞു കൊടുത്തേ. ഒരു ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി കഴിഞ്ഞു. പേജ് നമ്പർ അന്വേഷിച്ച് നടക്കുകയാണ്. വായിച്ചു കുഴപ്പമില്ല. ഒരാൾ പറയും, പറയാൻ റെഡിയാണ്. ദേവിൻ പറഞ്ഞു തരും. എവിനെ പേജ് നമ്പർ പറഞ്ഞു കൊടുക്കും. 231. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു. അന്ന ഫാത്തിമ. Which of the following property of a proton can change while it moves freely in a magnetic field? Okay, ഒരു പ്രോട്ടോൺ മാഗ്നറ്റിക് ഫീൽഡിൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. അതായത് കറണ്ട് പാസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു വയറിനകത്തുള്ളത് എന്തൊക്കെയാ?
പറയുന്ന ഇലക്ട്രോൺ ഉണ്ടാവും, പ്രോട്ടോൺ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ ഫ്ലോ ചെയ്യുന്ന, അതായത് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ് കറണ്ടിന്റെ ഡിറക്ഷൻ, നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ് ഇലക്ട്രോണിന്റെ ഡിറക്ഷൻ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാന്നുള്ള മീനിങ്. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? ബാക്കി വായിച്ചോ. There may be more than one correct answer. അതല്ല, അതിന്റെ താഴെ വായിച്ചു. Mass, speed, velocity, momentum. ഓക്കെ, ഒരു പ്രോട്ടോണിന്റെ എന്താ പറയാ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഫ്രീ ആയിട്ട് ഒരു പ്രോട്ടോൺ മൂവ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരും? അതിന്റെ സ്പീഡിലാണോ മാറ്റം വരിക, മാസിലാണോ, വെലോസിറ്റി ആണോ, മൊമെന്റം ആണോ? വെലോസിറ്റി മാറുമോ? ഡിറക്ഷൻ മാറുമല്ലേ? ഓക്കെ, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു കണ്ടക്ടറിൽ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ഷേപ്പ് അതെന്ത് ചെയ്യും? അതിരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറും നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഒരു പ്രോട്ടോൺ മൂവ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ മാറുമ്പോൾ അതിന്റെ വെലോസിറ്റി മാറും. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ വാല്യൂല് മാറ്റമല്ല, പക്ഷെ ആ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി മാറും. വെലോസിറ്റി മാറിയാൽ മൊമെന്റം മാറും. മൊമെന്റം പഠിച്ചിട്ടുണ്ടോ? മൊമെന്റം 9ാം ക്ലാസ്സിൽ മൊമെന്റം മാസിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പഠിച്ചിട്ടില്ല? മൊമെന്റം എന്താന്ന് ഇപ്പൊ പറയാനുള്ള സമയമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മൊമെന്റത്തിന് എങ്ങനെയാണ് മാസും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീടിന്റെ താഴെ നിൽക്കുന്നു കേട്ടോ, മുകളിൽ നിന്ന് ഒരു കുട്ടി ഒരു നെല്ലിക്ക ഇട്ട് താഴേക്ക് നിങ്ങളുടെ തലയിലേക്ക് ഇടുന്നു. ഓക്കെ, ചുമ്മാ ആലോചിച്ചാൽ മതി. അടുത്ത കുറച്ചുകൂടെ സിമ്പിൾ ആണ്. അതേ കുട്ടി ഒരു തേങ്ങ എടുത്തിട്ട് നിങ്ങളുടെ തലയിലേക്ക് ഇടുന്നു. ഓക്കെ, അപ്പൊ ഏത് കേസിലാണ് നിങ്ങളുടെ ആക്കം, ഇതാണ് മൊമെന്റം കൂടുതൽ, ഏത് കേസിലായിരിക്കും? രണ്ടാമത്തെ കേസിലാണെന്ന് നമുക്ക് പറയാം. കാരണം രണ്ടാമത്തേൽ മാസ് കൂടുതലാണ്. അപ്പൊ മാസും മൊമെന്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് വേറൊരു കേസ് പറയാം. ഒരു സൈക്കിൾ നിങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നു, നിങ്ങളെ ഇടിക്കുന്നു. ഓക്കെ, അതേസമയം ഒരു സൂപ്പർ ഫാസ്റ്റ് നിങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നു. ഓക്കെ, വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ വെലോസിറ്റി കൂടിയാലും മൊമെന്റം കൂടും, മാസ് കൂടിയാലും മൊമെന്റം കൂടും. മൊമെന്റത്തിന്റെ കറക്റ്റ് മലയാളം എന്ന് പറഞ്ഞാൽ ആക്കം എന്നാണ്. ഓക്കെ, അത് ഇതിന് കാരണം എന്ന് പറയുന്ന ഒരു മോഷൻ കാരണമായിട്ട് ഉണ്ടാക്കുന്ന ആക്കം. ഓക്കെ, അപ്പൊ ഇവിടെ വെലോസിറ്റി മാറിയത് കൊണ്ട് മൊമെന്റം കൂടി മാറും. അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഒരു പ്രോട്ടോൺ മൂവ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അതില് വെലോസിറ്റിയിലും ചേഞ്ച് ഉണ്ടാവും, മൊമെന്റത്തിലും ചേഞ്ച് ഉണ്ടാവും. സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവില്ല, മാസിലും ചേഞ്ച് ഉണ്ടാവില്ല. ചേഞ്ച് ഉണ്ടാവുന്ന വെലോസിറ്റി ആൻഡ് മൊമെന്റ്. ഓക്കെ, അടുത്തത് ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സഫീലിനെ കൊണ്ട് വായിപ്പിക്കാം. സഫീലെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. പേജ് നമ്പർ ഞാൻ പറയുന്നത് ഇല്ല, പറഞ്ഞു. 30.7. How do we think the displacement of road AB? ഏതാണ് ഈ ലാസ്റ്റ് ആക്ടിവിറ്റി? ഏതായിരിക്കും? അവിടെ നമ്മൾ ചെയ്ത മോട്ടോറാണ് കേട്ടോ, മോട്ടോറിന്റെ പോർഷനിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ആ ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. അന്ന് ഞാൻ ഈ ഷർട്ട് തന്നെ ഇട്ടിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ ഓർക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഇതായിരുന്നു ലാസ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ നമ്മളൊരു മാഗ്നറ്റിന് അടുത്ത് എന്ത് ചെയ്തു? ഒരു കോയിൽ വെച്ചിട്ട് കോയിൽ മൂവ് ചെയ്യുന്ന കണ്ടു. അർഫാസ്, പിള്ളേരൊക്കെ ഞെട്ടിപ്പോയി. ഇവരൊക്കെ സാർ അത് മൂവ് ചെയ്യണു, ആ കോയിൽ മൂവ് ചെയ്യണു. ഇവര് ഭയങ്കര അത്ഭുതമായി പോയി. ആ കോയിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റ് അതിനെ വച്ചപ്പോഴത്തേക്ക് ഒരു ഫോഴ്സ് അതിനകത്തേക്ക് വന്നു. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന വസ്തുത ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതായത് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിന് അടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിലൊരു ബലം, എവിടുന്നോ ഒരു ബലം അതിൽ വരും. എവിടുന്നോ അല്ല, ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അതാണ് ആക്ടിവിറ്റി കേട്ടോ. ഇനി ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പോയാ ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ വായിച്ചു സഫീലെ, ക്വസ്റ്റ്യൻ വായിച്ചു. അതാട്ടോ ആക്ടിവിറ്റി. ക്വസ്റ്റ്യൻ വായിച്ചു. In activity 13.7, how do we think the displacement of the road will be affected if current in the road AB is increased? ശ്രദ്ധിച്ചോ, കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോ ഡിസ്പ്ലേസ്മെന്റിന് എന്ത് മാറ്റാ വന്നത്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആ മൂവ് ചെയ്ത ആ ഡിസ്റ്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. അതാണ് ഡിസ്പ്ലേസ്മെന്റ്, അതിനുണ്ടായ മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് കൂടുകയാണ് ചെയ്തത്. അത് പറഞ്ഞാലേ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഫോഴ്സ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? കറണ്ട് കൂട്ടിയപ്പോ സഫീലെ, കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടിയപ്പോ നിങ്ങൾ 2 ബാറ്ററി ഒക്കെ വെച്ചപ്പോ നോക്കിയായിരുന്നാണ് എന്റെ ഓർമ്മ അല്ലെ? ഫോഴ്സ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? കറണ്ട് കൂട്ടിയപ്പോ കൂടി. ഫോഴ്സ് കൂടിയ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്താൽ തള്ളി
ഇങ്ങനെ പിടിച്ചൊരുത്തനെ തള്ളി. ഓക്കെ, അപ്പൊ ഫോഴ്സ് കൂടിയ ഡിസ്പ്ലേസ്മെന്റ് കൂടുവോ കുറയോ? ആഹാ, ഞാനിപ്പോ എന്ത് വലിയ എക്സാമ്പിളാ പറഞ്ഞ. സഫീലിനെ ഞാൻ ഇങ്ങനെ തള്ളുമ്പോഴാണോ, സഫീലിനെ ഞാൻ ഇങ്ങനെ പിടിച്ച് തള്ളുമ്പോഴാണോ സഫീൽ കൂടുതൽ ദൂരം പോവാ? കൂടിയോ? ഇപ്പൊ എനിക്ക് ഭ്രാന്ത് കൂടും കേട്ടാ. ഇത്ര എളുപ്പത്തിന് പറഞ്ഞു തന്നിട്ട് ഫോഴ്സ് നമ്മൾ കുറയ്ക്കുമ്പോ കുറച്ചല്ലേ മൂവ് ചെയ്യുള്ളൂ അല്ലെ? ഫോഴ്സ് കൂട്ടുമ്പോ എന്ത് ചെയ്യും? മൂവ്മെന്റ് കൂടും, ഡിസ്പ്ലേസ്മെന്റ് കൂടും. അപ്പൊ ഫോഴ്സ് ഫസ്റ്റ് കേസിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലെ? അതായത് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കൂടും. ഇനി സെക്കൻഡ് കേസ് ആരാ വായിക്കുക? അഫ്സാന നിയാസി വായിച്ചു സെക്കൻഡ് കേസ്. A stronger horseshoe magnet is used. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അഫ്സാന നമുക്ക് കാണാൻ പറ്റുക? മൂവ് ചെയ്യുന്ന കൂടുവോ കുറയോ? സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ ഫോഴ്സിന് എന്താ സംഭവിക്കാന്ന് ഓർത്താൽ മതി. അപ്പൊ പിന്നെ മൂവ്മെന്റ് കൂടുവോ കുറയോ എന്ന് പറയാൻ പറ്റും. കൂടും അല്ലെ? നമ്മൾ 2 മാഗ്നറ്റ് വെച്ച് ചെയ്താ 2 മാഗ്നറ്റ് അടുത്തേക്ക് പിടിച്ചു പോയാൽ നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഫോഴ്സ് കൂടും. എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ? മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ. ലാസ്റ്റ് വൺ ആഷിഖ്, ലാസ്റ്റ് വൺ വായിച്ചു. Length of rod AB is increased. ലെങ്ത് കൂട്ടി. ലെങ്ത് കൂട്ടിയ ഫോഴ്സ് എന്ത് ചെയ്യും ആഷിഖെ? കുറയോ അതോ കൂടുവോ? കൂടും കേട്ടാ. ലെങ്ത് കൂട്ടിയാലും കൂടും, ഈ പറയുന്ന എന്ത് കൂട്ടിയാലും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടിയാലും കൂടും. മൂന്നാമത് ഏതാ പറഞ്ഞ? കറണ്ട് കൂട്ടിയാലും കൂടും. ഓക്കെ, ഈ 3 കേസിലും ഫോഴ്സ് കൂടും. അപ്പൊ വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്തോ. ഇതാ അതിൽ കാണുന്ന ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനോടും കറണ്ടിനോടും കണ്ടക്ടറിന്റെ ലെങ്തിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, കഴിഞ്ഞോ? ഇതാ കഴിഞ്ഞോ? കുഴപ്പമില്ല. നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ വായിക്കാം. ഓക്കെ, ഒരാൾ ക്വസ്റ്റ്യൻ വായിച്ചോ? ആയിഷ സൂന ക്വസ്റ്റ്യൻ വായിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. A positively charged particle, alpha പോസിറ്റീവ്ലി ചാർജ് ആൽഫ എന്നോ എന്ത് വേണേലും പറഞ്ഞോട്ടെ കേട്ടോ. പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ പ്രോട്ടോൺ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഫ്ലോ ചെയ്യുന്നു പറഞ്ഞാൽ കറണ്ട് ഫ്ലോയുടെ ഡിറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഓക്കെ, പാർട്ടിക്കിൾ ഫ്ലോ ചെയ്യുന്നു. പിന്നെ particle projected towards west is deflected towards north by a magnetic field. ഓക്കെ, ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത് കേട്ടോ. വരച്ച് കാണിക്കാം. ഞാൻ ഈ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. നിങ്ങൾക്ക് ബോർഡ് കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ, ഇൻഫിനിറ്റി പോവോ? ഓക്കെ, ഓക്കെ, എനിക്കിപ്പോ ഈ സ്ഥലം മതി. ഓക്കെ, ഇവിടെ നോക്കോ. ഓക്കെ, ഇവിടെ നോക്കോട്ടോ. എല്ലാവർക്കും കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും അറിയണം. അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഉടനെ തന്നെ ടീച്ചറോട് ചോദിക്കുക, ടീച്ചർ പ്ലീസ് 1 മിനിറ്റ്, എന്നിട്ട് പുറത്ത് പോവുക, എന്നിട്ട് സൂര്യൻ എവിടെയാ ഉദിക്കണേന്ന് നോക്കുക അല്ലെ? എന്നിട്ട് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഒക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടാ നോക്കുക, അതൊക്കെ നോക്കുക. അതിന് വേണോ ആസിയ?
വേണ്ട, നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഒക്കെ നമ്മുടെ പേപ്പറിൽ എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം? ഈസ്റ്റ് വെസ്റ്റ്, ഇത് ഓർഡർ മാറിപ്പോരുത് കേട്ടോ. നോർത്ത് സൗത്ത്. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് തിരിഞ്ഞു പോയില്ലേ? തിരിഞ്ഞു സോറി ഇത് പഠിക്കില്ല കേട്ടോ, ഞാൻ വേറെ എന്തോ ഒരു ബോത്തിൽ വരച്ചു, ഇതല്ല. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എഴുതുമ്പോ ഓക്കെ, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. നോട്ട് ഈറ്റ് സാൻഡ്വിച്ച് കേട്ടോ. ഓക്കെ, സാൻഡ്വിച്ച് കഴിക്കരുത്, നെവർ ഈറ്റ് സാൻഡ്വിച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്തിരുന്നു കേട്ടോ. ഓക്കെ, NESW. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. സാൻഡ്വിച്ച് ഒക്കെ നിങ്ങൾ കഴിച്ചു. NESW. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ഇങ്ങടേക്കാണ് അല്ലെ, പ്രോട്ടോൺ ഫ്ലോ ചെയ്യുന്നത് വെസ്റ്റിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പ്രോട്ടോൺ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കറന്റിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇനി ബാക്കി കഥയിലേക്ക് വരാം. ഹരിപ്രിയ ബാക്കി വായിച്ചു. The direction of the magnetic field is dash. അല്ല, അതിന് മുന്നേ ഒരു വാക്കുണ്ട്. ആ കറണ്ട് എന്തോ ഒരു സംഭവം. ആദ്യം തൊട്ടൊന്ന് വായിക്കാം. അതെയോ, അങ്ങനെയാണോ? എന്നാ വായിച്ചോളൂ. A positively charged particle projected towards west is deflected towards north by a magnetic field. ഓക്കെ, അത് നോർത്തിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു ആ പാർട്ടിക്കിൾ. ആ പോയ പാർട്ടിക്കിളിന് നോർത്തിലേക്ക് ഡിഫ്ലക്ട് ചെയ്തെങ്കിൽ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ടാവും. ഏത് ഡിറക്ഷനില? നോർത്ത് ഡിറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ ഡിറക്ഷൻ ഇത് ഇങ്ങടാണ്. ഇനി കറന്റിന്റെ ഡിറക്ഷൻ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടേക്കാണെന്നുള്ളതാണ്. നിങ്ങൾ എഴുതി വെക്കരുത് കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് ടു സൗത്ത് ആണ്, ഞങ്ങളെ പറ്റിക്കാനും നോക്കണമെന്ന് എഴുതി വെച്ചേക്കരുത്. ഇവിടെ വേറൊരു ഫോഴ്സ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ആക്ച്വൽ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടേക്കാ? നോർത്ത് ടു സൗത്തിലേക്കാണ്. പക്ഷെ ഇവിടെ വേറൊരു മാഗ്നറ്റിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണല്ലോ ഫോഴ്സ് എക്സേർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഫോഴ്സ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മളത് കണ്ടുപിടിക്കുക. നമ്മുടെ റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓർ ലുലൂസ് സ്കെച്ച് റൂൾ. ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കിക്കോ. നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് വരച്ചെടുത്തേ. നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് വരച്ചെടുത്തേ. നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് വരച്ചേ. നിങ്ങളുടെ പേപ്പറിൽ വരച്ചിട്ട് നിങ്ങൾ നോക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ സ്ക്രീനിൽ നോക്കി പഠിക്കാണ്ട് പേപ്പറിൽ വരയ്ക്കും. ഇത് വരയ്ക്കും. എന്നിട്ട് നിങ്ങളുടെ 3 ഫിംഗർ ഉണ്ടല്ലോ, പിടിച്ചു നോക്കിക്കോ. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. കൈ മാറരുതേ. ആ 3 വിരൽ അങ്ങനെ തന്നെ ഇരുന്നോളണം. ആ 3 വിരൽ അങ്ങനെ തന്നെ ഇരുന്നോളണം. കുറച്ച് പാടായിരിക്കും. നേരത്തെ കിട്ടിയവർ അത്ര എളുപ്പമായിരിക്കില്ല, ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും ഇത് കിട്ടാൻ കേട്ടോ. കാരണം അത് കറക്കി പിടിച്ചു വരണം നമ്മള്. നോക്കിക്കോ. ആ അന്നാർഷിദിന് കിട്ടി. മിടിക്ക്. അന്നാർഷിദ് എന്താന്ന് ചോദിക്കുക. എന്താണ് അല്ലേ? പിന്നെ ഫായിസ് തെറ്റിച്ചേക്ക. ഫായിസ് കൂടെ നോക്കിയ ഫായിസ് കറക്റ്റ് ഒന്ന് പിടിച്ചേക്കണ. കറക്റ്റ് ആണോ നോക്കിയേ? ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഫായിസിന്റെ മുന്നോട്ട് വരണം അല്ലെ. ഫോഴ്സ് ഫായിസിന്റെ മുന്നോട്ട് വരണം. അപ്പൊ തമ്പ് ഫായിസിന്റെ മുന്നോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് അല്ല, കറണ്ട് ഫായിസിന്റെ റൈറ്റിലേക്ക് വരണം. ലെഫ്റ്റിലേക്ക്. കറണ്ട് ഫായിസിന്റെ ലെഫ്റ്റിലേക്ക് വരണം. കൈയൊക്കെ തിരിക്കും. ആ കെവിന് കിട്ടി. പിന്നെ ആർക്കൊക്കെ കിട്ടി? ആ, ഇനിയിപ്പോ എല്ലാരും ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നോ കേട്ടോ. ഇത് കറക്റ്റ് കണ്ടുപിടിക്കുക. ഇതെങ്ങനെയാ വരുന്നത് കണ്ടുപിടിക്കുക. ആ ഓക്കെ, ഇനി ആരാണ്? ഫാരിസ് ഇങ്ങനെ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് കിട്ടണില്ല. ഓരോരുത്തരെ ഓരോ ഗുണ്ടകളെ നിങ്ങളുടെ വീട്ടിലായിട്ട് പിടിക്കണം. കൈ പിടിച്ച് തിരിക്കുക കേട്ടോ. കുറച്ച് വാടക ഗുണ്ടകളെ റെഡിയാക്കണം. എത്ര പേര്? 32 വാടക ഗുണ്ടകളെ നിങ്ങളുടെ വീട്ടിലായിട്ട് പിടിച്ച് നിങ്ങളുടെ കൈ പിടിച്ച് വളച്ച് തിരിക്കുക. അല്ലാണ്ടൊന്നും നിങ്ങൾ തിരിക്കൂല. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഞാൻ ദേ പിടിച്ചേക്കുവാണ്. ഞാൻ എന്റെ ആൻസർ ഷീറ്റിലേക്ക് ഞാൻ നോക്കി. നിങ്ങൾക്ക് ഉള്ള പോലെ തന്നെ എനിക്കൊരു ആൻസർ ഷീറ്റ് ഉണ്ട് അല്ലെ. ഓക്കെ, എന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണിച്ചേക്കുന്ന അങ്ങോട്ടേക്കല്ലേ, എന്റെ ഓപ്പോസിറ്റ് അല്ലേ. ഞാൻ തമ്പ് ആദ്യം ഫോഴ്സിന്റെ ഡയറക്ഷനിൽ എന്റെ ഓപ്പോസിറ്റ് കൊടുത്തു. ഇതിനി മാറരുത്.
ഇനി കറണ്ട് എങ്ങോട്ടേക്കാന്ന് നോക്കിയേ. കറണ്ട് എങ്ങോട്ടേക്കാ പറഞ്ഞോ. കറണ്ട് എങ്ങോട്ടേ, കറണ്ടിന്റെ ഈ ഫിംഗർ മൂന്നാമത് കാണുന്ന ഫിംഗറാ. ഇതിവിടെ പിടിച്ചു വെച്ചോ, മാറിപ്പോണ്ട്. ഇനി കറണ്ട് എങ്ങോട്ടേക്കാ പറഞ്ഞോ. മിറ ഫാത്തിമ, കറണ്ട് എങ്ങോട്ടേക്കാ ഫ്ലോ ചെയ്യുന്നത്? മിറയുടെ റൈറ്റിലേക്കാണോ മിറയുടെ ലെഫ്റ്റിലേക്കാണോ? ആ പേപ്പറിൽ നോക്ക് കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാ. മിറയുടെ റൈറ്റ് ആണോ മിറയുടെ ലെഫ്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ മതി. കറണ്ട് ഏത് ഡയറക്ഷനിലാ പേപ്പറിൽ വരച്ചേക്കുന്നത്? ലെഫ്റ്റ്. അപ്പൊ എന്റെ ഈ വിരല് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം, ഇത് മാറാനും പാടില്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ വിരല് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ എടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നം. ഇതിപ്പോ എത്ര പേർക്ക് കെട്ടിയവരൊന്ന് കൈവക്കി. ഇത് കറക്റ്റ് ചെയ്ത് കിട്ടിയവരൊന്ന് കൈവക്കി. ഉണ്ടോ? വളരെ കുറവാണ് അല്ലെ. ഓരോ റോയിലും ഒരു 2-3 പേര് കാണും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണി കാണിച്ചോളാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, എന്റെ സ്കെച്ച് റൂൾ കണ്ടോ കേട്ടോ. ഓക്കെ, കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഓക്കെ, ഫോഴ്സും ഇത് കെട്ടിവെച്ചതല്ല. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആദ്യം ഏതാ നിൽക്കുന്ന ഫോഴ്സ്. ഫോഴ്സ് എങ്ങോട്ടേക്കാ പിള്ളേരെ? ഫോഴ്സ് എങ്ങോട്ടേക്കാ? എന്റെ മുന്നിലേക്കാണോ, എന്റെ നേരെയാണോ, എന്റെ റൈറ്റ് ആണോ, എന്റെ ലെഫ്റ്റ് ആണോ? അതാ എനിക്ക് അറിയണം. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോ എങ്ങോട്ടേക്കാണ് ഖദീജ? ഫോഴ്സ് എങ്ങോട്ടേക്കാ വരുന്നത്? എന്റെ നേരെ ഫോഴ്സ്. അങ്ങനെയാണോ? എന്റെ നേരെയാണോ വരച്ചേ? എന്റെ നേരെ ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ആ വരച്ചേക്കുന്നത് നോക്കി. എങ്ങോട്ടേക്കാ വരച്ചത്? നോർത്ത് എവിടെ വരച്ചിരിക്കുന്ന ഖദീജ? നോർത്ത് മുകളിൽ, അങ്ങോട്ടേക്കാ ഫോഴ്സ്. ഖദീജ വരച്ചില്ല ഇതാ. ഇവരെന്തായി പറയുന്നത്? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടുള്ള ഇത് നോക്ക്. എന്റെ നേരെയാണ് ഇരിക്കുന്നത്. ആ പേപ്പറിൽ വരച്ചു കഴിഞ്ഞാൽ എന്റെ നേരെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് എന്റെ നേരെയാണ്, എന്റെ ഓപ്പോസിറ്റ് ആണ്. ആ പേപ്പറിൽ വരച്ച പേപ്പറിൽ നോക്കി ഖദീജ, നോക്കി പറഞ്ഞേ. ഇത് എന്റെ നേരെയാണ്, എന്റെ ഓപ്പോസിറ്റ് ആണോ? ഈ ലൈൻ എന്റെ നേരെയാണ് ഇരിക്കുന്നത്, എന്റെ ഓപ്പോസിറ്റ് ആണ്. ഈ പേപ്പർ ആണെങ്കിൽ, ഇതൊരു പേപ്പർ ആണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണെങ്കിൽ ഈ ലൈനിന്റെ ഡിറക്ഷൻ നോക്കാം. എന്റെ നേരെയാണോ ഓപ്പോസിറ്റ് ആണോ ഖദീജ? ഈ ആരോ എന്റെ നേരെയോ? ഈ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഈ വരച്ചേക്കുന്ന ഈ ആരോ എന്റെ നേരെയോ? എന്റെ ഓപ്പോസിറ്റ് അല്ല. എന്താ നേരെ എന്ന് പറയുന്നേ? പറഞ്ഞോ, എന്തായാലും പറഞ്ഞു. അതെന്താ നേരെ എന്ന് പറഞ്ഞു? ചുമ്മാ പറഞ്ഞു. എന്തായാലും പറഞ്ഞോ. എന്താ നേരെയും തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ എനിക്ക് ഉപകാരത്തിന് വേണ്ടി പറയുന്നത്, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ സ്പെഷ്യൽ കേസാണ്, നിങ്ങളൊക്കെ പ്രത്യേകം എടുത്ത് പഠിക്കാം. പറഞ്ഞോളൂ, പെട്ടെന്ന് പറ. അതല്ല, അത് ഈ പേപ്പറിൽ നമ്മൾ വരച്ചു. ഈ പേപ്പർ ഖദീജ ഈ സ്ക്രീൻ അങ്ങ് മറിച്ചിട്ടില്ല കേട്ടോ. ഈ സ്ക്രീൻ അങ്ങ് മറിച്ച് നിലത്തേക്ക് ഇട്ടോ കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ വേണ്ട. എന്നിട്ട് നോക്കും എങ്ങനെയായിരിക്കും. അതല്ലേ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആ പേപ്പറിൽ എങ്ങനെയായിരിക്കുന്നത്? ഫോഴ്സ് ഖദീജയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ഈ സ്ക്രീൻ ഇങ്ങനെ മറച്ചു വെച്ച് നോക്ക്. നിങ്ങൾക്ക് അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാ? അല്ലാണ്ട് എക്സാമിന് ടീച്ചർ പേപ്പറും പിടിച്ച് നിങ്ങളുടെ നേരെ ഇങ്ങനെയാണോ ഇരിക്കുക? അല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ പിടിച്ചല്ലേ ചെയ്യാ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും കാരണം അങ്ങനെയല്ലേ എടുക്കുക. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കോ. അപ്പൊ ഞാൻ ഇവിടെ നോക്കിക്കോ. ഫോഴ്സ് ഇതല്ലേ? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് കേട്ടോ. അപ്പൊ ഞാൻ റെഡ് ഫോഴ്സ് എന്റെ ഓപ്പോസിറ്റ് പിടിച്ചു. ഇത് മൂന്ന് ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. ഫോഴ്സ് എന്റെ ഓപ്പോസിറ്റ് പിടിച്ചു. ഇനി കറണ്ട് റൈറ്റിലേക്കല്ലല്ലോ, കറണ്ട് ലെഫ്റ്റിലേക്കല്ലേ. അപ്പൊ ഞാൻ കറണ്ട് എന്റെ ലെഫ്റ്റിലേക്ക് പിടിച്ചു. കണ്ടോ? അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മുകളിലേക്ക് വന്നോളൂ. ഈ രണ്ട് ഡിറക്ഷനും ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആയിക്കോളൂ. ഓക്കെ ആണോ? അപ്പൊ ഫോഴ്സ് വരുന്നത് എന്തായിരിക്കും? ഔട്ട് ഓഫ് ദ പേപ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ അപ്വേർഡ് എന്ന് പറയാം. എങ്ങനെ പറയാൻ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ട്. എന്താ? അപ്വേർഡ് എന്നാണോ അത് ഔട്ട് ഓഫ് ദ പേപ്പർ എന്നാണോ? എന്താണ് ഓപ്ഷൻ? നിങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞ ഞാൻ എങ്ങനെ അറിയാ? ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറ. വോയിസ് ഓൺ ചെയ്യാൻ പറയുമ്പോ സഫീലൊക്കെ ചാരി ആയിരിക്കണം. ചത്താലും വോയിസ് ഓൺ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ചാരി ഇരിക്കുക. വോയിസ് ഓൺ ചെയ്യാൻ പറയുമ്പോ എങ്ങനെ ആയിരിക്കും? അപ്വേർഡ് ആയിരിക്കും അല്ലെ. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എഴുതുക. നാളെ നമുക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പൊ മൾട്ടിമീറ്റർ വേണം, കോയിൽ വേണം. മൾട്ടിമീറ്റർ, കോയില്, പിന്നെ അയൺ ഉണ്ടെങ്കിൽ അതെടുത്തോ. പിന്നെ ബാറ്ററി പുതിയതില്ലാത്തവർ മേടിച്ചോ കേട്ടോ. ഓക്കെ, ഒരു കോപ്പറിന്റെ കോയിലുകളായിരിക്കുന്നുണ്ടല്ലോ, അതെടുത്തോളാം. നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ തീരാൻ പോവാണ് കേട്ടോ. കലാശക്കൊട്ടാണ്. മൾട്ടിമീറ്റർ എടുക്കുക, മാഗ്നറ്റ്. ഓക്കെ, ഇതൊക്കെ റെഡി ആയിട്ട് വേണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. അതുപോലെ 2 മാഗ്നറ്റ് ഉണ്ടാവില്ല എല്ലാവരെയും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇന്ന് പഠിപ്പിച്ചാലുണ്ടെങ്കിൽ നിന്നോളൂ. ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. Thank you, sir.